നമസ്കാരം. ദൂരദർശൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. നമ്മുടെ മാധ്യമങ്ങൾ അനുനിമിഷം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വളർച്ചയോടൊപ്പം ഒരുപാട് നല്ല കാര്യങ്ങൾ, പ്രത്യേകിച്ച് വിനോദത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചില തിന്മകളെയും ദുഷ്പ്രവണതകളെയും നമ്മുടെ മാധ്യമങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് സ്ത്രീകളെ മാധ്യമങ്ങൾ വളരെ മോശമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഇന്ന് പല മാധ്യമങ്ങളും സ്ത്രീകളെ വളരെ മോശമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അതിനെതിരെ ശക്തമായ നിയമങ്ങളുണ്ട്, നിയന്ത്രണങ്ങളുണ്ട്. അത്തരം നിയമങ്ങളെയും നിയന്ത്രണങ്ങളെയും കുറിച്ച് പ്രേക്ഷകരെ ബോധവൽക്കരിക്കുകയാണ് ഈ ഒരു പരിപാടിയുടെ ഇന്നത്തെ ഉദ്ദേശലക്ഷ്യം. അതോടൊപ്പം തന്നെ മികച്ചൊരു ദൃശ്യ സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കാൻ കേരള വനിതാ കമ്മീഷൻ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിവ് നൽകുക, ഇവയും ഈ ഒരു പരിപാടിയുടെ ഉദ്ദേശലക്ഷ്യമാണ്. ഇന്ന് മാർച്ച് 6, മറ്റന്നാൾ വരുന്ന ഞായറാഴ്ച മാർച്ച് 8 ലോക വനിതാ ദിനമാണ്. ലോകത്തെമ്പാടുമുള്ള ചരിത്രത്തിലുടനീളം ലോകത്തെമ്പാടുമുള്ള വനിതകൾ നേടിയ വിജയത്തെ ആഘോഷിക്കുന്ന ദിനമാണ് ലോക വനിതാ ദിനം. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടിക്ക്, വനിതാ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ ഒരു പരിപാടിക്ക് വളരെയധികം പ്രസക്തിയുണ്ട്. ഇന്നത്തെ പരിപാടിയിൽ നമ്മുടെ അതിഥിയെ എത്തിയിട്ടുള്ളത് കേരള വനിതാ കമ്മീഷൻ പബ്ലിക് റിലേഷൻ ഓഫീസർ മനോജ് കെ പുതിയവിളയാണ്. അദ്ദേഹത്തെ നമുക്ക് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. അപ്പം ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു നമ്മൾ ലോക വനിതാ ദിനം ആഘോഷിക്കാൻ പോവുകയാണ്. ശരിക്കും ഞാനും പ്രേക്ഷകരും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്, ലോക വനിതാ ദിനം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശമാക്കുന്നതെന്ന്. സ്ത്രീകൾ സമൂഹത്തിൽ പുരുഷനോടൊപ്പമുള്ള സ്ഥാനം ലഭിക്കാതെ കഴിയുന്ന ഒരു വിഭാഗമാണ്. അപ്പം അവകാശങ്ങളും അവസരങ്ങളും നിഷേധിക്കപ്പെടുന്ന വിവിധ ജനവിഭാഗങ്ങൾക്ക് അവ നേടിയെടുത്ത് സമൂഹത്തെ ഒരു സമത്വാധിഷ്ഠിത സമൂഹമാക്കി മാറ്റുക എന്നുള്ളത് ഐക്യരാഷ്ട്രസഭയടക്കമുള്ള എല്ലാ പ്രസ്ഥാനങ്ങളുടെയും എല്ലാ രാഷ്ട്രങ്ങളുടെയും ഭരണകൂടങ്ങളുടെയും എല്ലാം ലക്ഷ്യമാണ്. അപ്പോൾ അത്തരത്തിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാനും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനുള്ള കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കാനും അത് നടപ്പാക്കാനും അത് നമ്മളെ വർഷം തോറും ഒരു പ്രത്യേക ദിനത്തിൽ ഓർമ്മിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനപ്രകാരം ഈ ലോക വനിതാ ദിനം ആചരിച്ചു വരുന്നത്. ഓരോ വർഷവും വനിതാ ദിനത്തിന് ഓരോ തീമുകളുണ്ടാവും. ആ തീമുകൾക്ക് അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് രാജ്യത്ത് ലോകത്തുടനീളം നടപ്പാക്കുന്നത്. നമ്മുടെ രാജ്യവും ഇതിൽ ഭാഗമാക്കുകയും അത്തരം പരിപാടികൾ നടപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വർഷത്തെ തീം എന്താണ്? ഈ വർഷത്തെ തീമിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് മുമ്പ് സ്ത്രീകളുടെ ഒരു വലിയ സമ്മേളനം, ഒരു മഹാസമ്മേളനം എന്ന് പറയാവുന്ന ഒന്ന് ഐക്യരാഷ്ട്രസഭ 1995 സംഘടിപ്പിക്കുകയുണ്ടായി. ചൈനയിലെ ബീജിങ്ങിലായിരുന്നു ആ സമ്മേളനം. ഈ പ്രതിനിധികൾ, രാജ്യങ്ങളിലെ പ്രതിനിധികളെ കൂടാതെ ഒട്ടേറെ വനിതാ സന്നദ്ധ സംഘടനകളുടെ, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസിൻ്റെ പ്രതിനിധികളെയും എല്ലാം വിളിച്ചുകൂട്ടി വലിയൊരു സമ്മേളനമായിരുന്നു. ആ സമ്മേളനം ഈ കാര്യങ്ങളെല്ലാം വിശദമായി ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 12 കർമ്മ പരിപാടി മുന്നോട്ട് വെച്ചു. ഈ 12 കർമ്മ പരിപാടികൾ കാലാകാലം ഐക്യരാഷ്ട്രസഭ അവലോകനം ചെയ്യുകയും അതിൻ്റെ പുരോഗതി വിലയിരുത്തുകയും സ്ത്രീയുടെ സാമൂഹിക പദവിയിലും ലിംഗസമത്വത്തിലും ഒക്കെ കൈവന്നിട്ടുള്ള ഓരോ സ്റ്റേജിലും വന്ന നേട്ടങ്ങൾ വിലയിരുത്തുകയും ഒക്കെ ചെയ്യാറുണ്ട്. 2000 അങ്ങനെ വളരെ സമഗ്രമായ ഒരു വിലയിരുത്തൽ നടത്തിയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ വർഷം നടത്തിയ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കുറേയേറെ കാര്യങ്ങൾ നേടിയെങ്കിലും ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ ബാക്കി നിൽക്കുന്നു എന്നുള്ള ഒരു കണ്ടെത്തലാണ് നടത്തിയിട്ടുള്ളത്. അതേ തുടർന്ന് ഈ വർഷം ഇത് 20ാം വാർഷികം കൂടിയാണ്. ഈ ബീജിംഗ് പ്രഖ്യാപനത്തിൻ്റെ 20ാം വാർഷികം കൂടിയാണ്. അപ്പോൾ അതുകൂടി പരിഗണിച്ച് ഈ വർഷം ആ ബീജിങ്ങിലെ തീരുമാനങ്ങളെ, പ്രഖ്യാപനങ്ങളെ ലക്ഷ്യം എന്നുള്ള ആക്കിക്കൊണ്ട് അവ സാക്ഷാത്കരിക്കാനുള്ള കുറച്ചുകൂടെ ശക്തമായ പരിപാടികൾ ആവിഷ്കരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊരു മുദ്രാവാക്യം മുന്നോട്ട് വച്ചിരിക്കുന്നത് എംപവർ വിമൻ, എംപവർ ഹ്യൂമാനിറ്റി, പിക്ചർ ഇറ്റ് എന്നാണ്. ഐക്യരാഷ്ട്രസഭയുടെ മുദ്രാവാക്യം അതാണ്. അപ്പോൾ അതിനർത്ഥം സ്ത്രീകളെ ശാക്തീകരിക്കുക, അതുവഴി മാനവികത ശക്തമാക്കുക, അതിനെ ദൃശ്യവൽക്കരിക്കുക, സമൂഹത്തിന് നമ്മളത് പ്രകടീകരിക്കുക, അതിന് ഒരു എന്താ പറയുക, അതിനൊരു മൂർത്ത രൂപം കൊടുത്ത് നമ്മുടെ മുന്നിൽ സൃഷ്ടിക്കുക എന്ന് പറയാം. അങ്ങനെ ഒരു മുദ്രാവാക്യമാണ് ഇത്തവണ ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കേരള വനിതാ കമ്മീഷൻ ഈ ഒരു ദിവസത്തെ എങ്ങനെയാണ് ആഘോഷിക്കാൻ പോകുന്നത്? കേരള വനിതാ കമ്മീഷൻ എല്ലാ വർഷവും ഐക്യരാഷ്ട്രസഭയുടെ മുദ്രാവാക്യം സ്വീകരിച്ച് ഉള്ള പ്രവർത്തനങ്ങളാണ് നടത്താറുള്ളത്. അപ്പോൾ ഈ വർഷം നമ്മൾ ആലോചിച്ചപ്പോൾ കേരളത്തിലെ പ്രത്യേക സാഹചര്യം നോക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചും ലോകത്തെ തന്നെ പല രാജ്യങ്ങളെ അപേക്ഷിച്ചും കേരളത്തിലെ സ്ത്രീകളുടെ സ്ഥിതി വളരെയേറെ മെച്ചപ്പെട്ടിട്ടുണ്ട്. സ്ത്രീകളുടെ ആയുർദൈർഘ്യം കൂടുതലുണ്ട്, ശിശുമരണ നിരക്കും മാതൃമരണ നിരക്കും ഒക്കെ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അവരുടെ സാമൂഹ്യ പദവി മെച്ചപ്പെട്ടതാണ്, ഒരുപാട് കാര്യങ്ങൾ, അവർക്ക് വിദ്യാഭ്യാസം, സാർവത്രികമായ വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട്,
തൊഴിലവസരങ്ങൾക്കും മറ്റും അവസരങ്ങൾ ഉണ്ട് എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചപ്പോൾ അപ്പോഴും കേരളത്തിലെ സ്ത്രീ പിന്നിൽ നിൽക്കുന്നതിൻ്റെ ഒരു കാരണം അവർക്ക് സാമ്പത്തികമായ ഒരു നിയന്ത്രണം അവരുടെ കുടുംബത്തിലെ കാര്യത്തിലായാലും പൊതുസമൂഹത്തിലായാലും ഉണ്ടാകുന്നില്ല. അപ്പം നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഒരു സാമ്പത്തിക അധികാരം വന്നാൽ മാത്രമേ അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾക്ക് സ്വീകാര്യതയുണ്ടാവൂ, പൊതു സ്ഥലങ്ങളിൽ അവർ അംഗീകരിക്കപ്പെടൂ, അങ്ങനെയൊക്കെ കണ്ടു. അതുകൊണ്ട് നമ്മൾ ഇത്തവണ തീരുമാനിച്ചിരിക്കുന്നത് സംരംഭകത്വത്തിലൂടെ സ്ത്രീകളെ ശാക്തീകരിക്കുക. അത് ഞങ്ങളുടെ മുദ്രാവാക്യം, ഈ വർഷം നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു മുദ്രാവാക്യം സംരംഭകത്വത്തിലൂടെ സ്ത്രീ ശാക്തീകരണം എന്നുള്ളതാണ്. അപ്പോൾ ആ ലക്ഷ്യത്തോടു കൂടി ഞങ്ങൾ മാർച്ച് 10-ാം തീയതി തിരുവനന്തപുരത്ത് കനകക്കുന്നിൽ വെച്ചൊരു വലിയ സെമിനാർ പ്ലാൻ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം ലോക വനിതാ ദിനത്തിൽ വനിതാ സംരംഭകരുടെ പ്രശ്നങ്ങൾ വളരെ സമഗ്രമായി ചർച്ച ചെയ്ത ഒരു വലിയ പ്രോഗ്രാം നടത്തിയിരുന്നു, ഒരുപാട് പേരുടെ അനുഭവങ്ങൾ പങ്കിടാൻ വേണ്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കരട് നയം, വനിതാ സംരംഭകത്വ നയം നമ്മളിപ്പോൾ കരിപ്പിടിപ്പിച്ചിട്ടുണ്ട്. അതിനെ ഈ 10-ാം തീയതി നടക്കുന്ന സെമിനാറിൽ വെച്ച് അവിടെ നിന്നുള്ള അഭിപ്രായ നിർദ്ദേശങ്ങൾ കൂടി ചേർത്ത് വിദഗ്ധരെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. അത് ചേർത്ത് കുറച്ചുകൂടെ സമ്പുഷ്ടമാക്കി അത് ഗവൺമെൻറ്റിന് സമർപ്പിക്കണം എന്നുള്ളതാണ് വനിതാ കമ്മീഷൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. നമുക്ക് ഇന്നത്തെ ഡിസ്കഷനിലെ മെയിൻ ടോപ്പിക്കിലേക്ക് വരാം, സ്ത്രീകളും മാധ്യമങ്ങളും എന്നുള്ളതാണ്. ഇന്ന് ഒരുപാട് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. മാധ്യമങ്ങൾ സ്ത്രീകളെ വളരെ മോശമായിട്ടാണ് ചിത്രീകരിക്കുന്നതെന്നല്ല പേരിൽ. ശരിക്കും മാധ്യമങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു? മാധ്യമങ്ങൾ അത് 2-3 കാരണങ്ങൾ പറയേണ്ടി വരും. അതിന് സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവും സാംസ്കാരികവും ഒക്കെയായ കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം നമ്മുടെ സമൂഹം ഒരു പുരുഷാധിപത്യ സമൂഹമാണെന്നുള്ളതാണ്. മാധ്യമങ്ങളുടെ നിയന്ത്രണമായാലും മാധ്യമങ്ങളുടെ ഉടമാവകാശം മുതൽ അതിൻ്റെ നടത്തിപ്പ് കാര്യങ്ങളുടെ നിയന്ത്രണം വരെ എല്ലാം ഈ പറഞ്ഞ പുരുഷന്മാരുടെ ഒരു ആധിപത്യത്തിലാണ് പോകുന്നത്. ദൗർഭാഗ്യവശാൽ പുരുഷന്മാരുടെ എല്ലാം മനസ്സിൽ ഉണ്ടായിട്ട് നിലനിൽക്കുന്ന ഒരു സംഗതി അല്പം സ്ത്രീവിരുദ്ധമായ ഒരു കാഴ്ചപ്പാടാണ്. അത് പലരും അറിഞ്ഞുകൊണ്ട് സ്വീകരിക്കുന്ന എല്ലാവരുടെ തലമുറകളായിട്ട് അവർ കണ്ട് ശീലിച്ചൊക്കെയാണ്. അതിൽ ബോധപൂർവമായി മാറ്റം വരുത്തിക്കൊണ്ടേ നമുക്കത് മാറ്റാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീപക്ഷം അല്ലാത്ത, ഒരു സ്ത്രീപക്ഷ കാഴ്ചപ്പാടില്ലാത്ത ആളുകൾ ഇത് കൈകാര്യം ചെയ്യുമ്പോഴും ഒക്കെ സംഭവിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാരണം ഇതിൻ്റെ മേലുള്ള സാമ്പത്തിക സ്വാധീനമാണ്. ഇത് മാധ്യമങ്ങൾ ഇപ്പോൾ ലാഭം ഉണ്ടാക്കാനുള്ള ഒരു വലിയ ബിസിനസ്, വ്യവസായം എന്നുള്ള നിലയിലേക്ക് മാറി. എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയാണത്, അങ്ങനെ മാറിയിട്ടുണ്ട്. രണ്ടാമത് ഈ മാധ്യമങ്ങളിലൂടെ വൻതോതിൽ പരസ്യങ്ങൾ ഒഴുകുന്നുണ്ട്. കൂടുതൽ ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടി, ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ വേണ്ടി, സേവനങ്ങൾ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപാധിയായിട്ട് നമ്മൾ മാധ്യമങ്ങളെയാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഉൽപ്പന്നങ്ങളിലേക്ക് ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി പരസ്യങ്ങൾ ചെയ്യുന്നു. ഈ പരസ്യങ്ങൾ പലപ്പോഴും പുരുഷകേന്ദ്രീകൃതമാണ്. പുരുഷകേന്ദ്രീകൃതം എന്ന് പറഞ്ഞാൽ പുരുഷനെ ആകർഷിക്കണം. പണം ചെലവാക്കുന്നതും തീരുമാനമെടുക്കുന്നതൊക്കെ പുരുഷനായതുകൊണ്ട് പുരുഷനെ ലക്ഷ്യം വെച്ചാണ് പലപ്പോഴും പരസ്യങ്ങൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അതിനകത്ത് സ്ത്രീയുടെ ശരീരവും പുരുഷനാകർഷകമായ മറ്റു കാര്യങ്ങളും അത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് കടന്നു വരുന്നുണ്ട്. കാഴ്ചപ്പാടുകളുടെ കാര്യത്തിലും ഒരുപാട് സ്ത്രീവിരുദ്ധമായ ആശയങ്ങളാണ് പലപ്പോഴും പല പരസ്യങ്ങളിലും മറ്റുമൊക്കെ കാണുന്നത്. അപ്പോൾ അത്തരം സ്വാധീനം ഒരുപാട് ഘടന, അത് വളരെ വിശദമായൊരു വിഷയമായി തന്നെ ചർച്ച ചെയ്യേണ്ടതാണ്. നമുക്ക് മാധ്യമങ്ങളെ 3ആയിട്ട് തരംതിരിക്കാം. ഒന്ന് പ്രിന്റ് മീഡിയ, ഒന്ന് ഇലക്ട്രോണിക് മീഡിയ, മൂന്നാമത് ന്യൂ മീഡിയ. ഇത് ഓരോ മാധ്യമങ്ങൾ എങ്ങനെയാണ് സ്ത്രീകളെ വളരെ വികലമായി ചിത്രീകരിക്കുന്നത്? ഇത് ഏറ്റവും കൗതുകകരമായ കാര്യം, ഓരോ തലമുറ മാധ്യമങ്ങളും വരുമ്പോൾ ഇത് കൂടി വരുന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിൽ ഇത്തരം അവബോധമൊക്കെ വർദ്ധിക്കുന്നുണ്ടെങ്കിലും ഒരുപാട് പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഓരോ ഇനം മാധ്യമവും മുന്നോട്ട് വരുമ്പം ആ രംഗത്ത് സ്ത്രീകളെ മോശമാക്കൽ കൂടി വരികയാണ്. ഇപ്പം അച്ചടി മാധ്യമങ്ങളിലാണെങ്കിൽ അതിനകത്ത് പരസ്യങ്ങളുടെയും മറ്റും കാര്യത്തിലാണ് കുറേ മഞ്ഞപ്പത്രങ്ങളെന്നൊക്കെ വിളിക്കുന്ന കുറേ അശ്ലീല പ്രസിദ്ധീകരണങ്ങളുണ്ട്. അത് നമ്മൾ മാറ്റിവെച്ച് മുഖ്യധാരാ മാധ്യമങ്ങൾ എടുക്കുകയാണെങ്കിൽ അവയിൽ പരസ്യങ്ങളുടെയും മറ്റും രൂപത്തിലാണ് സ്ത്രീകൾ കൂടുതൽ വരുന്നത്. പിന്നെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലാണെങ്കിൽ മുഖചിത്രം സ്ത്രീ ആയിരിക്കണം എന്നുള്ളതുണ്ട്. അതും ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഒരു കച്ചവടത്തിൻ്റെ കാഴ്ചപ്പാടിൽ വയ്ക്കുന്നതാണ്. അതുപോലെ അവയിലെ ഉള്ളടക്കങ്ങൾ പലതും സ്ത്രീകളെ ലക്ഷ്യം വെച്ചുള്ള ഈ ക്ലിപ്പെടുത്തുന്ന എന്ന് പറയുന്ന തരത്തിലുള്ള പൈങ്കിളി എന്നൊക്കെ വിളിക്കുന്ന തരം നോവലുകളും ഒരുപാട് സാധനങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. ഇതൊക്കെ അവരെ വല്ലാതെ ഇത്തരം കാര്യങ്ങളിലേക്ക് തളച്ചിടുകയും പൊതു സാമൂഹിക കാര്യങ്ങളിൽ നിന്ന് അകറ്റുകയൊക്കെ ചെയ്യുന്നു. അതുകൂടാതെ അവരുടെ സാമൂഹികമായ കാഴ്ചപ്പാടിനെ അത് വികലപ്പെടുത്തുന്നു. പിന്നെ സ്ത്രീകൾ ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് എന്നൊരു മോശം പ്രതിച്ഛായ പൊതുസമൂഹത്തിൽ സൃഷ്ടിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ അച്ചടി മാധ്യമവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. ദൃശ്യമാധ്യമങ്ങളിലേക്ക് വരുന്നതോടുകൂടി ഇതിൻ്റെ പരിധി വല്ലാതെ ലംഘിക്കപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. അത് കുറേ കൂടെ വലിയ തോതിൽ പണം മുടക്കി വലിയ ലാഭത്തിന് വേണ്ടി നടത്തുന്നതാകുമ്പോൾ അവർ ലാഭം വാരിക്കൂട്ടാൻ വേണ്ടി എന്തും ചെയ്യാം എന്നുള്ളൊരവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. അപ്പം ദൃശ്യമാധ്യമങ്ങളിലെ അശ്ലീല ഫാഷൻ്റെയൊക്കെ പേരിൽ ആണെങ്കിൽ പോലും സ്ത്രീ ശരീരം പ്രദർശിപ്പിച്ച് പണമുണ്ടാക്കാനുള്ള ചാനലുകൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതിനെ നിയന്ത്രിക്കാനൊക്കെ പല നിയമങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിലും അവ നിർബാധം നടന്നു പോകുന്നു എന്നുള്ളതാണ്.
നവമാധ്യമങ്ങളിലെ ഇൻ്റർനെറ്റ് പോലുള്ള കാര്യങ്ങൾ വരുമ്പം അതൊരു പൊതുമാധ്യമമല്ല, പലപ്പോഴും അതൊരു സ്വകാര്യ മാധ്യമമാണ്. ഒരു ആൾക്ക് വേറൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, ഒരാളോട് ആശയവിനിമയം നടത്താൻ വേണ്ടിയുള്ള ഒരു മാധ്യമം. അതല്ലെങ്കിൽ ചെറിയ ഗ്രൂപ്പുകളിൽ, ചെറിയ വിഭാഗങ്ങളിൽ മാത്രം സംസാരിക്കാനുള്ള മാധ്യമം. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പം ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് പെട്ടെന്ന് വരില്ല, അധികാരികളുടെ ശ്രദ്ധയിലേക്ക് വരില്ല. അപ്പോൾ ഇതൊക്കെ ഇതിന് പ്രോത്സാഹനമാകുന്നുണ്ട്. പിന്നെ സ്ത്രീകൾക്കെതിരായ പല കുറ്റകൃത്യങ്ങളും ഈ ആധുനിക മാധ്യമത്തിൻ്റെ സഹായത്തോടു കൂടി ഇന്ന് നടക്കുന്നുണ്ട്. പെൺവാണിപ്പാടക്കമുള്ള പല കാര്യങ്ങളും അതുവഴി ചെയ്യുന്നുണ്ട്. അതുപോലെ സ്ത്രീകളുടെ മോർഫ് ചെയ്ത ചിത്രങ്ങളും മറ്റും, അശ്ലീല ചിത്രങ്ങളിൽ തലയൊക്കെ മാറ്റി വെച്ചിട്ട് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുക, അവരിൽ നിന്ന് പണം വാങ്ങുക, മറ്റു തരത്തിൽ സ്വാധീനിക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് ദുരുപയോഗിക്കുന്ന ഒരു സംഗതിയായിട്ട് ഈ നവമാധ്യമങ്ങൾ മാറിയിട്ടുണ്ട്. അതുമാത്രമല്ല, അവയിൽ അനിയന്ത്രിതമായിട്ട് പോർണോഗ്രാഫിയുടെ വലിയൊരു ഒഴുക്ക് ഈ വീഡിയോകളായിട്ടായാലും ഫോട്ടോകളായിട്ടായാലും ഒക്കെ വൻതോതിൽ വരുന്നുണ്ട്. അവ നമുക്ക് പ്രതിരോധിക്കാൻ ഫലപ്രദമായിട്ട് കഴിയുന്നുമില്ല. അതാണ് ഈ 3 മാധ്യമങ്ങളുടെയും ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്ത്രീപക്ഷ കാഴ്ചപ്പാട്. ഇന്ന് ഇപ്പം സാറ് പറഞ്ഞു ഓരോ മാധ്യമങ്ങളിൽ എങ്ങനെയൊക്കെയാണ് സ്ത്രീയെ മോശമായി ചിത്രീകരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പം തീർച്ചയായിട്ടും ഇന്ന് നിയന്ത്രണങ്ങളുണ്ട്. നമുക്ക് ആദ്യം പ്രിന്റ് മീഡിയയിൽ ഇത്തരം മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കുന്നതിനെ എങ്ങനെ നിയന്ത്രിക്കാം അല്ലെങ്കിൽ പ്രതിരോധിക്കാം, അതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞാൽ നന്നാകുമെന്ന് തോന്നുന്നു. പത്രമാധ്യമങ്ങളുടെ കാര്യത്തിൽ, അതിലെ അച്ചടി മാധ്യമങ്ങളുടെ കാര്യത്തിലുള്ള പ്രധാനപ്പെട്ട നിയമം എന്ന് പറയുന്നത്, അതിനെ നിയന്ത്രിക്കാനുള്ള സമിതി എന്ന് പറയുന്നത് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ പ്രസ് കൗൺസിൽ ഇവ കാര്യങ്ങൾ നിരീക്ഷിക്കണം എന്നാണ് വെപ്പ്. എങ്കിലും ആരെങ്കിലുമൊക്കെ പരാതിപ്പെടുമ്പോൾ മാത്രമാണ് പല കാര്യങ്ങളിലും പ്രസ് കൗൺസിലിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകുന്നത്. പ്രസ് കൗൺസിലിന് നമുക്കൊക്കെയും പരാതിപ്പെടാം, അതിന് ചില വ്യവസ്ഥകളുണ്ടെന്നേ ഉള്ളൂ. നമ്മൾ പ്രസ് കൗൺസിലിലേക്ക് പരാതി കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അതത് മാധ്യമത്തിൻ്റെ, അതായത് അച്ചടി മാധ്യമത്തിൻ്റെ മേധാവിയെ അടുത്ത് പരാതിപ്പെടുകയും അയാളുടെ ഭാഗത്തുനിന്ന് അത് തിരുത്താനുള്ള അല്ലെങ്കിൽ നഷ്ടപരിഹാരത്തിനുള്ള നടപടി ഉണ്ടാകാത്ത പക്ഷമാണ് നമുക്ക് പ്രസ് കൗൺസിലിനെ സമീപിക്കാൻ കഴിയുന്നത്. അങ്ങനെ പ്രസ് കൗൺസിലിനെ സമീപിക്കുമ്പോൾ ഏത് വാർത്തയാണോ അല്ലെങ്കിൽ ചിത്രമാണോ പരസ്യമാണോ എന്താണോ നമുക്ക് അപമാനകരമായിട്ടോ മറ്റു തരത്തിലോ വന്നിട്ടുള്ളത്, അതിൻ്റെ പകർപ്പ്, അതിൻ്റെ പ്രസിദ്ധീകരിക്കപ്പെട്ട മാധ്യമത്തിൻ്റെ പേര്, അതിൻ്റെ തീയതി, അതിൻ്റെ പേജ് നമ്പർ, ഇങ്ങനെ തുടങ്ങിയുള്ള വിശദാംശങ്ങളെല്ലാം അടങ്ങുന്ന ഒരു വിവരങ്ങളോട് കൂടിയിട്ട് വേണം നമ്മൾ അപേക്ഷിക്കാൻ. അങ്ങനെ അപേക്ഷിച്ചാൽ അതിൻ്റെ പേരിൽ പ്രസ് കൗൺസിൽ അത് പരിശോധിക്കുകയും വേണ്ട നടപടി എടുക്കുകയും ചെയ്യാറുണ്ട്. ദൗർഭാഗ്യവശാൽ ഇന്ന് അധികവും അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പരാതികളിൽ അധികവും അപകീർത്തിപരമായ വാർത്തകൾ വരുമ്പോഴും മറ്റും ചില സ്ഥാപനങ്ങളോ അതുപോലെ പ്രധാനപ്പെട്ട വ്യക്തികളോ ഒക്കെ നൽകുന്ന പരാതികളാണ് കൂടുതലും വരുന്നത്. ഇപ്പോൾ സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കൽ പോലെയുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തിൻ്റെ പ്രശ്നങ്ങളാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ആരെങ്കിലും മുൻകൈ എടുക്കണമെങ്കിൽ ഏതെങ്കിലും സംഘടനകളോ പൊതുപ്രവർത്തകരോ ഒക്കെയാണ് മുൻകൈ എടുക്കേണ്ടത്. അപ്പോൾ അത്തരം ആൾക്കാരുടെ മുൻകൈ കൊണ്ടുള്ള വളരെ കുറച്ച് പരാതികൾ മാത്രമേ ഇപ്പോൾ അതിൽ വരുന്നുള്ളൂ. അപ്പം ശരിക്കും സ്ത്രീകളുടെ പദവി, അച്ചടി മാധ്യമത്തിലെ സ്ത്രീകളുടെ പദവി ഉയർത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും, സ്ത്രീകളായാലും പുരുഷന്മാരായാലും സമൂഹത്തിലുള്ള ഓരോരുത്തരും ഇതിൽ വളരെ ജാഗരൂകത പാലിക്കുകയും അവരുടെ ശ്രദ്ധയിൽപ്പെടുന്ന സ്ത്രീവിരുദ്ധമായ, സ്ത്രീയെ മോശമായി അവതരിപ്പിക്കുക, കുട്ടികളെ മോശമായി അവതരിപ്പിക്കുക, അങ്ങനെ തുടങ്ങിയിട്ട് വരുന്ന ഏത് പ്രശ്നമായാലും നമുക്ക് പ്രസ് കൗൺസിലിൻ്റെ മുന്നിൽ പരാതിയുടെ രൂപത്തിൽ ഉന്നയിക്കാം. അതിന് തീർച്ചയായിട്ടും പരിഹാരമുണ്ടാകും. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 1986 സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്നതിന് എതിരെ ഒരു നിയമം വരും. അതിനൊരു പ്രത്യേക നിയമം തന്നെയുണ്ട്. ഈ നിയമം എങ്ങനെയാണ് സമീപിക്കേണ്ടത്? സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കൽ നിയമം അത് നമ്മൾ ഈ പരസ്യങ്ങളുടെയോ ടെലിവിഷൻ്റെയോ മാത്രം കാര്യത്തിലില്ല. നമുക്ക് പൊതുസ്ഥലത്ത് എന്തെങ്കിലും പ്രദർശിപ്പിക്കുന്നതിലോ, ഇപ്പോഴൊക്കെ ആണെങ്കിൽ ലേസർ, അതുപോലെ പുകയൊക്കെ പറത്തി അതിൽ ചിത്രങ്ങൾ കാണിക്കുക, അതടക്കം ഏത് തരത്തിൽ, ഇപ്പോൾ ഒരു പാക്കറ്റിൻ്റെ പുറത്ത്, ഒരു ഉൽപ്പന്നത്തിൻ്റെ പാക്കറ്റിൻ്റെ പുറത്ത് വരുന്ന ചിത്രം, അങ്ങനെ അടക്കം ഏത് കാര്യത്തിൽ, ചിത്രമോ എഴുത്തോ ഏത് കാര്യത്തിലായാലും സ്ത്രീയെ അപകീർത്തികരമായി അവതരിപ്പിക്കുന്നത് നിരോധിക്കുന്ന നിയമമാണ് ഈ പറഞ്ഞ സ്ത്രീയെ മോശമായി ചിത്രീകരിക്കൽ നിയന്ത്രണ നിയമം എന്നാണ്. ഇൻഡീസെൻ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വിമൻ, അതിന് അഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു നിയമം ആണ്. അതനുസരിച്ച് നമുക്ക് കോടതികളിൽ പരാതിപ്പെടാം, പോലീസിൽ പരാതിപ്പെടാം. പോലീസ് അത് കോടതി വഴി അതിനുള്ള നിവൃത്തി ഉണ്ടാക്കി തരും. നമ്മളീ പറയുന്ന അച്ചടി മാധ്യമങ്ങളിലെയും ടെലിവിഷൻ മാധ്യമങ്ങളിലെയോ അല്ലെങ്കിൽ നവമാധ്യമങ്ങളിലെയോ സ്ത്രീവിരുദ്ധമായ ഇത്തരം കാര്യങ്ങളെല്ലാം വാസ്തവത്തിൽ ഈ ഒരു നിയമത്തിൻ്റെ പരിധിയിൽപ്പെടും. ഈ നിയമം ആണ് അതിൻ്റെ ഒരു അടിസ്ഥാന പ്രമാണമെന്ന് തന്നെ വേണമെങ്കിൽ
ഇപ്പം സ്ത്രീയെ മോശമായി ചിത്രീകരിക്കുന്നതിനെ പ്രതിരോധിക്കുന്ന ഈ ഒരു നിയമപ്രകാരം ഇപ്പം സ്ത്രീയെ മോശമായി ചിത്രീകരിക്കുന്ന ഫോട്ടോസും നോട്ടീസും ഇതൊക്കെ കൈവയ്ക്കുന്നതും മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്യുന്നതും ഇതൊക്കെ തെറ്റല്ലേ? അത് തയ്യാറാക്കുന്നത്, കൈവശം വയ്ക്കുന്നത്, മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുന്നത്, ഇതെല്ലാം ആ നിയമത്തിൽ വളരെ സമഗ്രമായ ഒരു നിയമമാണ്. നമ്മൾ ഫലപ്രദമായി ഉപയോഗിച്ചാൽ നല്ല ഫലമുണ്ടാക്കാൻ പറ്റുന്നതും കാര്യമായി ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്നതായൊരു നിയമമാണ്. ഇത്തരം നിയമങ്ങളെക്കുറിച്ച് പലർക്കും അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രധാന ഉത്തരവാദിത്വം ഇതുപോലെയുള്ള നിയമങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കാൻ ഏത് തരത്തിലാണ് സർക്കാരിനെ അല്ലെങ്കിൽ അധികാരികളെ സമീപിക്കേണ്ടത്, അങ്ങനെ സമീപിക്കാനും നമ്മുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി പോരാടാനുമുള്ള ഒരു മനോഭാവവും ഒരു പ്രേരണയും സ്ത്രീകളിൽ മാത്രമല്ല പൊതുസമൂഹത്തിൽ തന്നെ വളർത്തിയെടുക്കുകയും വേണം. അതാണ് ശരിക്കുള്ള പരിഹാര മാർഗം. ഇപ്പം സാറ് പ്രിന്റ് മീഡിയത്തിൻ്റെ കാര്യം പറഞ്ഞു, ഇനിയും ഇലക്ട്രോണിക് മീഡിയം ഏറ്റവും വളരെ ഡിഗ്രി പ്രിന്റ് മീഡിയത്തെക്കാൾ കുറച്ചുകൂടെ അധികമായിട്ട് വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത് ടെലിവിഷൻ മീഡിയത്തിലാണ്. ടെലിവിഷൻ മീഡിയത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്? ടെലിവിഷൻ്റെ കാര്യത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പലതിൻ്റെയും നിയന്ത്രണം അന്യരാജ്യങ്ങളിൽ നിന്നാണ്. നമുക്ക് ഇത് ഒരു കോളുണ്ട്, അതിന് ശേഷം നമുക്ക് തുടരാം. ഹലോ, പേര് പറയൂ. ഹലോ ഹലോ, പേര് പറയൂ. ഷാജി. എവിടെ നിന്ന് വിളിക്കുന്നു? കോഴിക്കോട്. സാറിൻ്റെ അടുത്ത് സംസാരിച്ചോളൂ. സാറിൻ്റെ അടുത്ത് സംസാരിച്ചോളൂ. ഷാജി ചോദിക്കൂ. ഹലോ സാർ. ചോദിച്ചോളൂ ഷാജി. നമസ്കാരം. ഞാൻ കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. വിഷയം മാധ്യമത്തിലെ സ്ത്രീ എന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ വിളിച്ചത് സാറിൻ്റെ അടുത്ത്. കാരണം സാർ ഒരു ചെറിയ എൻ്റെ ഒരു വിഷയം ചോദിക്കുന്നു സാർ. പിന്നെ എപ്പോഴും സ്ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാല് നമ്മളെ മാധ്യമത്തിലെ വിഷയമല്ല സ്ത്രീ എന്നാണ് ഞാൻ പഠിച്ചത്, അറിയുന്നതൊക്കെ. കാരണം നമ്മളെ അമ്മ, നമ്മളെ കുടുംബം, നമ്മളതേപോലെ കാണണം. പക്ഷെ ഓരോ വ്യക്തികൾ ഇപ്പൊ ഈ കാണിച്ചു കൂട്ടുന്നതിനെ പറ്റി സാറിന് എന്താ അഭിപ്രായമുള്ള? മനസ്സിലായില്ല, ചോദ്യം വ്യക്തമായില്ല. അമ്മ, സഹോദരി എന്നൊക്കെ പറഞ്ഞു, എന്താണ് ഉദ്ദേശിച്ചത്? ഒരു സ്ത്രീ വിഷയമാണല്ലോ സാർ ഇവിടെ ഇപ്പോ ഗൃഹപാഠം എന്നുള്ളതില് സ്ത്രീകളെ മോശമായി അവതരിപ്പിക്കുന്നതിനെ കുറിച്ചാണ്. കുടുംബത്തിൽ ജനിച്ചു, എനിക്ക് പല ഈ പെൺകുട്ടികളായിട്ട് പരിചയം ഉണ്ടാവും. പക്ഷെ എന്റെ കൂടപ്പറപ്പിന്റെ മാതിരി, എന്റെ സഹോദരിന്റെ മാതിരി അല്ലേ ഞാൻ ചെയ്യുന്നുള്ളൂ. കാരണം അവരെ കാണുന്ന അതേ ഉള്ളൂ. എന്റെ ഒരു അനിയത്തി അല്ലെങ്കിൽ എന്റെ ഒരു ചേച്ചി, അതില്ല. അതിനിപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ ഒരുപാട് വിഷയമുണ്ട്. സാറിന് തന്നെ അറിയാലോ, സ്വന്തം അച്ഛൻ, അങ്ങനെയുള്ളതൊക്കെ. ആ വിഷയം കണ്ട് മടുത്തിട്ടാ സാറേ. എങ്ങനെയെങ്കിലും ഒരിക്കൽ നമുക്ക് ഇതേമാതിരിയുള്ള ഇത് കിട്ടിയതിനെ വലിയ അനുഗ്രഹമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം സ്ത്രീനെ പറ്റിയിട്ട് എപ്പോഴും സ്ത്രീ താഴോട്ടാണ്. പക്ഷെ സ്ത്രീ എന്ന് പറഞ്ഞാല് നമ്മളെ അമ്മയാണ്, അനിയത്തിയാണ്, അങ്ങനെയൊക്കെയുള്ള ഒരു അതിന്റെ ചോദ്യം ചുരുക്കി പറഞ്ഞാല് സ്ത്രീകളുടെ പല്ലും മോശമായി പെരുമാറുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. നമ്മൾ സഹോദരിയായിട്ട് കാണുന്നുണ്ടെങ്കിലും പല്ലും മോശമായി എന്റെ വീട്ടിൽ, എന്റെ കുടുംബത്ത്, അല്ലെങ്കിൽ എന്റെ അയലോകത്ത്, അല്ലെങ്കിൽ ഞാൻ അറിയുന്ന പിന്നെ എന്റെ ഫ്രണ്ട്സിന്റെ മക്കള്, അല്ലെങ്കിൽ എന്റെ താഴെ, അങ്ങനെയൊക്കെ വിചാരിക്കുമ്പോ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ അവരെ കാണുന്ന എന്റെ ഒരു അനിയത്തിൻ്റെതാവും. എന്റെ കുറച്ചും കൂടി ഏജ് കൂടിയതാണെങ്കിൽ ചേച്ചിൻ്റെതാണ്. അതല്ലേ സാർ വേണ്ടത്? അതെ അതെ, അങ്ങനെ എല്ലാവരും കാണുകയാണെങ്കിൽ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല നമ്മുടെ സമൂഹം. കാരണം ഒരു സ്ത്രീ ഒരു ഉപയോഗ വസ്തു മാത്രമല്ല സാർ. അല്ല, അതാണ് പ്രധാനപ്പെട്ട ഇതിന്റെ ഒരു സന്ദേശം. അതാണ് നമ്മുടെ കഴിഞ്ഞ തലമുറ വരെ, ഒരുപക്ഷെ ഇപ്പോഴുള്ള മുതിർന്ന തലമുറ അടക്കമുള്ളവര് അങ്ങനെയൊക്കെ തന്നെയാണ് സ്ത്രീകളെ കണ്ടിരുന്നത്. നമുക്ക് ജനറേഷൻ എന്ന് പറയല്ലോ, ഈ ന്യൂ ജനറേഷൻ ഇപ്പൊ ഇവിടെ ഈ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഈ സമുദായം, ഈ സംസ്കാരങ്ങളും വീട്ടിൽ നിന്നുള്ളതല്ല സാർ വേണ്ടത്. വീട്ടിൽ നിന്ന് ഒരു അച്ഛനും അമ്മയും മക്കളെ ശരിയായ രീതിയിൽ വളർത്തി അവര് ആ ഡ്രസ്സ് ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്ന ഒരു സംസ്കാരമല്ല സാർ വേണ്ടത്. അല്ല, അതിപ്പോ ഷാജി പറഞ്ഞു വരുന്നത് സ്ത്രീകള് വസ്ത്രം ധരിക്കുന്നതിന്റെ കൊണ്ടാണ് കുഴപ്പങ്ങൾ ഉണ്ടാകുന്നുള്ള മട്ടിലാണ്. സ്ത്രീകളെ വസ്ത്രധാരണ അല്ല ഞാൻ പറയുന്നത്, സ്ത്രീനോട് എങ്ങനെ പെരുമാറണം എന്ന് നമ്മളെ കുടുംബത്തിൽ നിന്നാണ് പഠിപ്പിക്കേണ്ടത്. തീർച്ചയായിട്ടും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. നമ്മളൊക്കെ പറയുന്നത് തന്നെയാണ്. എന്റെ ഒരു ചേച്ചി എന്ന് പറഞ്ഞാൽ ചേച്ചീനെ പോലെ തന്നെ ഞാൻ തോന്നണം. ഒരമ്മേനെ കണ്ടാൽ, ഒരു വയസ്സായ ഒരു അമ്മേനെ കണ്ടാൽ ഞാൻ അമ്മയെന്ന് വിളിക്കണം. എന്റെ അമ്മയായിട്ടല്ല, മാതൃകയായിട്ട് അമ്മ. അതാണ് ഏറ്റവും നമ്മളെ കേരളത്തില് അമ്മയാണ് ദൈവം, മാതാപിതാ ഗുരു ദൈവം എന്നുള്ളതല്ലേ. അത് നമ്മളെ വീട്ടിൽ നിന്ന് ഇപ്പൊ ഇല്ല. അതാണ് ഇപ്പൊ
ലാപ്ടോപ്പിന്റെ മുമ്പിൽ, ഇന്റർനെറ്റിന്റെ മുമ്പിൽ എന്നിട്ട് വീട്ടുകാരോട് പോലും സംസാരിക്കാൻ പറ്റാത്ത ന്യൂ ജനറേഷനായ പിള്ളേരാള്. അത് ആരാണ് അതിന്റെ തെറ്റുകാരി എന്ന് ചോദിച്ചാൽ മാതാപിതാക്കൾ മാത്രമെന്ന് ഞാൻ പറയുള്ളൂ. അപ്പം എനിക്ക് തോന്നുന്നത് വിളിച്ചതിന് നന്ദി. അതെ വിളിച്ചതിന് നന്ദി. അപ്പം എനിക്ക് നല്ല കുറേ അഭിപ്രായങ്ങൾ അദ്ദേഹം പറഞ്ഞു. അതെനിക്ക് യോജിപ്പില്ലാത്ത ചില അഭിപ്രായങ്ങൾ അതിനകത്തുണ്ട്. ഏതായാലും ഈ ഒരു കുടുംബത്തിൽ നിന്നാണ് ഒരു ആളുടെ വ്യക്തിത്വം വാർത്തെടുക്കപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ കിട്ടുന്ന അറിവും പെരുമാറ്റ രീതികളും ഒക്കെയാണ് അയാളുടെ ജീവിതത്തിലുടനീളം പ്രകടിപ്പിക്കുക. അതൊരു വസ്തുതയാണ്. അതേസമയം തന്നെ ഇപ്പോൾ പുതിയ തലമുറ എന്ന് പറയുമ്പോൾ പുതിയ തലമുറയിലേക്ക് അവർക്ക് കിട്ടുന്ന അറിവുകൾ ഒരുപാട് കുടുംബത്തിൽ നിന്ന് മാത്രമല്ല, അതിന് പുറത്തുനിന്ന് ഒരുപാട് അറിവുകളുണ്ട്. അത് നമ്മുടെ ഈ ചർച്ചയുടെ പരിധിയിൽ വരുന്നതാണ്. മാധ്യമങ്ങളിൽ കൂടെയാണ് വാസ്തവത്തിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഇന്ന് അറിവ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ പോലും ഇന്ന് വിജ്ഞാനത്തിൻ്റെ ഉപകരണങ്ങൾ, ഉപാധികളാണ്. അപ്പോൾ അങ്ങനെ വരുന്ന പുതിയ അറിവുകൾ അവരുടെ കാഴ്ചപ്പാടുകളെ സ്വാധീനിക്കുന്നുണ്ട്. അവർ കുറേ കൂടെ സ്വതന്ത്ര ചിന്തയുള്ളവരാണ്. അവർ കുറേ കൂടെ തുറന്ന സ്ഥലങ്ങളിൽ പൊതു രംഗങ്ങളിലേക്ക് കടന്നു വരുന്നവരാണ്. തൊഴിൽപരമായിട്ടായാലും മറ്റ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയായാലും ഒക്കെ പൊതുരംഗത്തേക്ക് പോകുന്നവരാണ്. ഇപ്പം നവമാധ്യമങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും നവമാധ്യമങ്ങളിൽ സ്ത്രീകൾക്ക് ഒരുപാട് കുഴപ്പങ്ങളുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് സ്ത്രീകളെ നവമാധ്യമങ്ങളിൽ നിന്ന് അകറ്റി നിർത്തണോ എന്ന് ചോദിച്ചാൽ, ഈ നവമാധ്യമം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടായത് പുരുഷനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടല്ല, അത് പൊതുസമൂഹത്തിന് വേണ്ടിയുള്ളതാണ്. അതിലേക്ക് ഒരുപാട് സ്ത്രീകൾ കടന്നു വന്നിട്ടുണ്ട്. ആ സ്ത്രീകൾ അവരുടെ ആവിഷ്കാരങ്ങൾ നടത്തുന്നുണ്ട്. പലരും കവിതകൾ എഴുതുന്നു, നല്ല നല്ല ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു, നല്ല നല്ല ചർച്ചകളിൽ പങ്കെടുക്കുന്നു. അങ്ങനെ സ്ത്രീകൾക്കടക്കം അവരെ സ്വയം ആവിഷ്കരിക്കാനൊക്കെ കിട്ടുന്ന നല്ല ഒരു വേദിയാണ് നവമാധ്യമമായാലും ഒക്കെ. അതുപോലെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ, മൊബൈൽ ഫോൺ പോലുള്ള സംഗതികൾ പെട്ടെന്നൊരു അപകടത്തിൽപ്പെട്ടാൽ വിളിക്കാനും ഉപയോഗിക്കാം. ഇത് നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിലാണ്, ഇതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിലാണ് പ്രധാനമായിട്ടും പ്രശ്നമിരിക്കുന്നത്. അല്ലാതെ ഇതിൽ നിന്നെല്ലാം സ്ത്രീയെ അകറ്റി നിർത്തുക എന്ന് പറയുന്നത് അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായ ഒരു കാഴ്ചപ്പാടാണ്. ഇതിലെല്ലാം ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ സ്ത്രീകൾക്ക് കൂടുതൽ അവസരമുണ്ടാകുകയും അവർക്ക് അതിനെ അവരുടെ പൊതുസമൂഹത്തിനും സ്ത്രീ സമൂഹത്തിനും അവർക്ക് തന്നെയും ഗുണകരമാകത്തക്ക വിധത്തിൽ ഉപയോഗപ്പെടുത്താനുമുള്ള അവസരമാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അതുപോലെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ പുതിയ തലമുറ ആൾക്കാർ സഹോദരിമാരായിട്ടും മറ്റും കാണുന്നില്ല എന്നുള്ളത് നമ്മുടെ ഈ ഞാൻ പറഞ്ഞ നമ്മുടെ ടെലിവിഷൻ പോലെ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു സ്ത്രീ ആശയം, സ്ത്രീ എന്ന ചിത്രം, സ്ത്രീയെ എങ്ങനെ അവതരിപ്പിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രത്യാഘാതമാണ്. നമുക്കൊരു കോൾ ഉണ്ട്, അതിനുശേഷം കണ്ടിന്യൂ ചെയ്യാം. ഹലോ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. പേര് പറയൂ. ഹലോ, ശ്യാം. നിഷ എവിടെ നിന്ന് വിളിക്കുന്നു? തിരുവനന്തപുരം. സാറുണ്ട്, സംസാരിച്ചോളൂ. ഹലോ സർ. നിഷ പറഞ്ഞോളൂ. മലയാള സീരിയൽസില് സ്ത്രീകളെ വളരെ മോശമായിട്ടും പിന്നെ ഒട്ടും റിയലിസ്റ്റിക് അല്ലാതെയും പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനെതിരെ പല മാഗസീനുകളിൽ ലേഖനങ്ങൾ വരുന്നു. വളരെ പ്രശസ്തരായ ആൾക്കാർ അതിനെതിരെ പ്രതികരിക്കുന്നു. ഇതെല്ലാം നടന്നു. നമ്മള് കംപ്ലൈന്റ്സ്, ഓൺലൈൻ കംപ്ലൈന്റ്സ് നമ്മുടെ താഴെ പല ചാനലുകളിൽ കൂടെ സ്ക്രോൾ ചെയ്യുന്ന ഒരു ഏജൻസി ഉണ്ടല്ലോ ഇങ്ങനത്തെ കംപ്ലൈന്റ്സ് എടുക്കുന്നത്, അവിടെ അയക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാം ആൾക്കാർ പ്രതികരിക്കുന്നുണ്ട്. പക്ഷെ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ ആരും തയ്യാറാകുന്നില്ല. കംപ്ലൈന്റ്സ് ഉണ്ട്, ലോ ഉണ്ട്, ആൾക്കാർ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്, പ്രതികരിക്കുന്നുണ്ട്. എന്നിട്ടും ചാനലുകളും മറ്റ് മാധ്യമങ്ങളും ഇതിനെതിരെ ഒരു സ്റ്റാൻഡ് എടുക്കാൻ തയ്യാറാവുന്നില്ല. സാർ പറഞ്ഞ നിയമങ്ങളുണ്ട്, എല്ലാം ഉണ്ട്, ആൾക്കാർ പ്രതികരിക്കുന്നുണ്ട്, എന്നിട്ടും ഒരു മാറ്റം സംഭവിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? അത് മാധ്യമങ്ങൾ, ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ വളരെ ലാഭാധിഷ്ഠിതമായൊരു വ്യവസായമാണ് മാധ്യമം. അപ്പോൾ ആ മാധ്യമങ്ങൾ അവരുടെ ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നമ്മൾ അതിനെ തിരുത്താൻ തക്ക വിധം സ്വാധീനിക്കണമെങ്കിൽ നമ്മൾ വളരെ വലിയ സാമൂഹ്യ സമ്മർദ്ദം ചെലുത്തേണ്ടതുണ്ടാവും. നമ്മളിപ്പോൾ ഈ ഒരുപാട് പേര് കംപ്ലയിൻറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പോലും എത്ര പേര് കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട്? ഞാൻ ജോലി ചെയ്യുന്ന വനിതാ കമ്മീഷനിലേക്ക് ഒരു വർഷത്തിൽ 5 or 6 പരാതികളൊക്കെയാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വരുന്നത്. ഈ അടുത്ത കാലത്ത് 1-2 വിഷയങ്ങളിൽ വളരെ കുറേ ശക്തമായ പരാതികൾ വരികയും കമ്മീഷൻ അതിനകത്ത് ഇടപെടുകയും ആ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നീട് അത്തരം പരിപാടികൾ ചെയ്യില്ല എന്ന് ഉറപ്പ് നൽകിയിരുന്നു. ഒരു വീട്ടിൽ കുറേ ആളുകളെ താമസിപ്പിച്ചിട്ട് ഹിഡൻ ക്യാമറ വെച്ച ഒരു സ്വകാര്യ ചാനൽ അവരുടെ പ്രവർത്തനങ്ങൾ കാണിച്ചിരുന്നു. അത് അങ്ങേയറ്റം സമൂഹവിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളും പരാതികളും വനിതാ കമ്മീഷൻ ലഭിച്ചിരുന്നു. അതുപോലെ കുടുംബ പ്രശ്നങ്ങൾ, വളരെ ആഭ്യന്തരമായ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കാര്യങ്ങൾ ഒക്കെ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്നിട്ട് അലക്കുന്ന തരം ചില പ്രോഗ്രാമുകൾ, ഇതിനെതിരെയൊക്കെ നമുക്ക് പരാതികൾ കിട്ടിയിരുന്നു എന്നുള്ളതല്ലാതെ പൊതുവിൽ ഇപ്പം പല സീരിയലുകളിലും ഞാൻ കാണാറില്ലെങ്കിൽ നമുക്ക് പൊതുസമൂഹത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്, പല സീരിയലുകളിലും സ്ത്രീകൾ ഭയങ്കര വില്ലൻ കഥാപാത്രങ്ങളായിട്ട് ആളുകളെ ഉപദ്രവിക്കുന്ന, മറ്റ് സ്ത്രീകളെ, മരുമകളെ അല്ലെങ്കിൽ അമ്മായിയമ്മയെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ ഉപദ്രവിക്കുന്ന ദുഷ്ട കഥാപാത്രങ്ങളായിട്ടൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്.
പക്ഷേ ഇതിനൊക്കെ എതിരെ നമ്മൾ പലപ്പോഴും ഇങ്ങനെ വർത്തമാനം പറയുമ്പോൾ എല്ലാവരും പറയാറുണ്ട്, പക്ഷേ ഒരു ആക്ഷനിലേക്ക്, ഒരു തീരുമാനം എടുപ്പിക്കാവുന്ന വിധം അധികാരപ്പെട്ട സ്ഥാപനങ്ങളിലേക്ക് പരാതിയുമായി പോകുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. ഏതാണ്ട് ഈ പ്രശ്നമാണ് സാർ ഈ പറഞ്ഞ കണക്ക് പരാതി ഞാൻ പലപ്പോഴും എന്താണ് TV-യിൽ സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുമ്പോൾ ഞാൻ ഫോൺ വിളിച്ച് അത് ചാനലുകളിലാണെങ്കിൽ ചാനലുകളിൽ അല്ല സാറ് പറഞ്ഞ കമ്മീഷനിലും ഞാൻ പരാതിപ്പെട്ടിട്ടുണ്ട്. സാർ ആവശ്യപ്പെടുന്നത് ഇത്തരം പരാതിയുള്ളവർ അത് റിട്ടൺ കംപ്ലൈന്റ് ആക്കി ഇതിന്റെ പുറകെ നടക്കണം. അത് 1-2 ആൾക്കാർ മാത്രമല്ല, ഒരു 500 1000 ആൾക്കാർ മാത്രം ഇതിന്റെ പുറകിൽ ഇറങ്ങി നടന്നാൽ മാത്രമേ നിങ്ങൾ ഇതിനെതിരെ ആക്ഷൻ എടുക്കൂ എന്ന് പറയുന്നത് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ല സാർ. കാരണം ഒരാൾക്ക് ഒരു പ്രശ്നം കണ്ട് അത് സ്ത്രീയെ ഇൻസൾട്ട് ചെയ്യാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഫോണിലൂടെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ആക്ഷൻ എടുക്കാൻ നമ്മൾ മടി കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം അതിനുവേണ്ടിയാണല്ലോ സർക്കാർ പൈസ എല്ലാം ചെലവാക്കി ഇത്രയും ഏജൻസികൾ സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പം ഒരു 1000 പേർക്ക് കുഴപ്പം തോന്നുന്ന പ്രോഗ്രാം അത് കുഴപ്പമാണ് എന്ന് അറിഞ്ഞ് ഫോണിലൂടെ വിളിക്കാൻ തയ്യാറാവുന്ന ഒരു 10 പേരായിരിക്കും. ഇനി അതിലുപരി അത് എഴുതി കംപ്ലൈന്റ് ആയിട്ട് ആ ഒരു സ്ഥാപനത്തിൽ കൊണ്ട് തരിക എന്ന് പറയുന്നത് ആ പ്രൊഡിയിൽ നിന്ന് പിന്നെ 1-2 പേരായിരിക്കും. അപ്പൊ നമ്മൾ ഈ 1-2 പേര് മാത്രമേ പരാതി തരുന്നുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ ആക്ഷൻ എടുക്കാതിരിക്കുന്ന ഒട്ടും ശരിയായ ന്യായമല്ലല്ലോ സാർ. നിഷ ഒരല്പം തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പറഞ്ഞത് വളരെ ശരിയാണ്, ഒരല്പം തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതായത് പരാതികളുടെ എണ്ണം കുറവുള്ളത് കൊണ്ട് നടപടികൾ ഉണ്ടാവുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പരാതികൾ ഇനിയും ഒരുപാട് പരാതികളും സമ്മർദ്ദവും വർദ്ധിച്ചു വരേണ്ടിയിരിക്കുന്നു എന്ന ഒരു അഭിപ്രായം പറയുകയാണ് ചെയ്തത്. പരാതി ഒന്നായാൽ പോലും നടപടി ഉണ്ടാകണം, അതിനകത്ത് സംശയമൊന്നുമില്ല. ഇപ്പോൾ ഈ ടെലിവിഷൻ നടപടി എടുക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ട്രാൻസ്പെറൻസി എവിടെയാണ് സാർ? നമ്മളിപ്പോ ഇത്ര ആൾക്കാർ പരാതിപ്പെട്ടു, ഇത്ര ഇതിനകത്ത് സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ടെന്ന് എവിടെയാ സാർ നമുക്ക് ഓൺലൈനോ എവിടെയെങ്കിലും അറിയാൻ പറ്റുമോ സാർ? ഞാൻ പറയാം. ഇപ്പോൾ ടെലിവിഷനുകളുടെ കാര്യത്തിൽ പ്രധാനമായിട്ടും നിലനിൽക്കുന്ന ഒരു നിയമം കേബിൾ TV റെഗുലേഷൻ ആക്ട് എന്ന് പറഞ്ഞ ഒരു നിയമമാണ്. ഈ കേബിൾ TV റെഗുലേഷൻ ആക്ട് അനുസരിച്ച് നമ്മൾ കേന്ദ്ര സർക്കാരിനാണ് ഇത്തരം സാറ്റലൈറ്റ് ചാനലുകളുടെ പേരിൽ നടപടിയെടുക്കാനുള്ള അധികാരം. ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ, നമ്മുടെ ദൂരദർശനൊക്കെ അതിൻ്റെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങളാണ്. ആ വകുപ്പിനാണ് ഇത് പ്രകാരം നടപടിയെടുക്കാനുള്ള അധികാരം. അവർക്കാണ് നമ്മൾ പരാതി കൊടുക്കേണ്ടത്. ലോക്കലായിട്ടുള്ള കേബിൾ TVകൾ, ഇപ്പം കേരളത്തിലൊക്കെ ഏതെങ്കിലും ഗ്രാമത്തിലോ അല്ലെങ്കിൽ ഒരു ജില്ലാതലത്തിലോ കേരളത്തിൽ മൊത്തത്തിലായിട്ടോ പ്രവർത്തിക്കുന്ന കേബിൾ സ്വന്തമായി സംപ്രേഷണമുള്ള കേബിൾ ചാനലുകൾക്ക് അവർക്കെതിരെ നടപടിയെടുക്കാൻ നമുക്ക് സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട്. അത് ഈ നിയമം തന്നെ അധികാരം നൽകുന്നുണ്ട്. പക്ഷേ അത്തരം ചാനലുകളിൽ വലിയ നമ്മൾ പറയുന്ന പോലെ ഇത്തരത്തിലുള്ള കുഴപ്പങ്ങൾ കാണിക്കുന്നില്ല. ഈ കുഴപ്പങ്ങൾ കാണിക്കുന്ന അധികവും ഉപഗ്രഹ ചാനലുകൾ ആണ്. അത് സ്വകാര്യ ചാനലുകളാണ്. അതിൻ്റെ മേലുള്ള നിയന്ത്രണം, അതിന് മേൽ ശിക്ഷാ നടപടികൾ എടുക്കാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. അതിന് വളരെ ഫലപ്രദമായ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ആളല്ല ഞാൻ, എങ്കിലും അത് നന്നായി പ്രവർത്തിക്കുന്നു എന്നാണ് കേന്ദ്ര. അതുമായി ഫലപ്രദമായി പ്രവർത്തിക്കുന്ന സിസ്റ്റം ഉണ്ട് എന്ന് പറയുന്നത് പല ചാനലുകളും താഴെ എഴുതി കാണിക്കുന്ന സ്ക്രോളിന്റെ വെബ് അഡ്രസ്സിൽ പരാതിപ്പെടുക എന്ന് പറയുന്ന സമ്പ്രദായമല്ലേ സാർ ഉദ്ദേശിക്കുന്നത്? അതായത് ഈ ചാനൽ കാണുന്ന പരിപാടികൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, അല്ല ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ കംപ്ലൈന്റ് ചെയ്യാന്ന് എല്ലാ ചാനലും താഴെ സ്ക്രോൾ ചെയ്യുന്ന വെബ് ഐഡിയുടെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രോണിക് മീഡിയ മോണിറ്ററിംഗ് സെന്റർ എന്ന് പറഞ്ഞൊരു സ്ഥാപനമാണ് ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്. ഈ ഇലക്ട്രോണിക് മീഡിയ മോണിറ്ററിംഗ് സെൻറ്റർ പ്രധാനമായും അവരെല്ലാ ചാനലുകളും മോണിറ്റർ ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ ഫോക്കസ് എനിക്ക് തോന്നുന്നത് രാജ്യരക്ഷയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ, ആഭ്യന്തര സുരക്ഷ അതുപോലുള്ള കാര്യങ്ങളിലായിരിക്കും ഒരു പക്ഷേ ഫോക്കസ്. ഇപ്പോൾ ഇത്തരം സ്ത്രീകളെ അവതരിപ്പിക്കുന്നത് അത്തരം കാര്യങ്ങളിൽ എത്രമാത്രം നിരീക്ഷണമുണ്ടെന്ന് എനിക്കറിയില്ല. അത് ആ വകുപ്പുമായി ബന്ധപ്പെട്ടാൽ മാത്രമേ അറിയാൻ പറ്റൂ. ഏതായാലും ആ സ്ഥാപനമാണ്. ഞാനതിൻ്റെ വിലാസം ഒന്ന് പറഞ്ഞാൽ എഴുതിയെടുക്കാമെങ്കിൽ സാവകാശമുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വിലാസം ഒന്ന് പറയാം. ഇലക്ട്രോണിക് മീഡിയ മോണിറ്ററിംഗ് സെൻറ്റർ, ഇലക്ട്രോണിക് മീഡിയ മോണിറ്ററിംഗ് സെന്റർ 14B, B for baby, റിംഗ് റോഡ് IP എസ്റ്റേറ്റ് ന്യൂഡൽഹി 3 എന്നാണ്. അതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഇപ്പൊ നമ്മള് കേരളത്തിലെ മലയാളം സീരിയലുകൾ അല്ലെ ചാനലുകൾ സ്ത്രീകളെ മോശമായിട്ട് ചിത്രീകരിച്ചാൽ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, പുരുഷനോ സ്ത്രീയോ, അത് ഏത് നമ്പറിൽ വിളിച്ചു പറഞ്ഞാൽ അത് ഇനി സംഭവിക്കില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ നിയമം അനുസരിച്ച് അത് സംബന്ധിച്ച് കംപ്ലൈന്റ് ചെയ്യാനുള്ള അതോറിറ്റി ഇവർ മാത്രമാണ്.
അതല്ലെങ്കിൽ കേരളത്തിലാണെങ്കിൽ പോലും ഇന്ത്യയിൽ എവിടെയാണെങ്കിൽ പോലും നമ്മൾ ഈ ന്യൂഡൽഹിയിലുള്ള അവരെ വിളിച്ചു പറയുക എന്നുള്ളത് മാത്രമാണ്. കേരള സംസ്ഥാന സർക്കാരിനോ കേരള വനിതാ കമ്മീഷനോ ഒന്നും അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല സാർ. ഒരു നമ്പർ, ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ, നമ്മൾ ആ ഒരു ഹെൽപ്പ് ലൈൻ നമ്പറിൽ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ സ്ത്രീകളെ വളരെ മോശമായി ചിത്രീകരിക്കുന്നു, നല്ല കുട്ടികളെ മോശമായി ചിത്രീകരിക്കുന്നു, അത് നിങ്ങൾ ഉടനടി അത് ആ ടെലികാസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുകയോ ആ ചാനലിൽ ബന്ധപ്പെടുകയോ ചെയ്യാൻ എന്ന് പറയുന്ന ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ടോ സാർ? അങ്ങനെയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഈ നിയമത്തിൻ്റെ ഒരു പ്രശ്നം അങ്ങനെയാണ്. കാരണം ഈ കേരളത്തിൻ്റെ പരിധിക്ക് പുറത്തുള്ള, കേരളത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ പോലും ഉപഗ്രഹം ഉപയോഗിച്ച് സംപ്രേഷണം ചെയ്യുന്ന എല്ലാ ചാനലുകളുടെയും കാര്യത്തിൽ നമുക്ക് പരാതിപ്പെടാൻ മാത്രമേ അധികാരമുള്ളൂ. ഇതിനൊരു സംവിധാനം കൂടെ ഉണ്ട് നിയമം അനുസരിച്ച്, അത് ഞാൻ പറയാം. ഈ ആക്ട് അനുസരിച്ച്, ഈ കേബിൾ TV റെഗുലേഷൻ ആക്ട് അനുസരിച്ച് സംസ്ഥാന തലത്തിൽ ഒരു മോണിറ്ററിംഗ് സമിതി വേണം. എല്ലാ സ്റ്റേറ്റിലും രൂപീകരിക്കണമെന്ന് നിയമം അനുശാസിക്കുന്നു. കേരളത്തിൽ അത് രൂപവൽക്കരിച്ചിട്ടുണ്ട്. കേരളത്തിൽ അത് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിൻ്റെ സെക്രട്ടറി ചെയർമാനും പബ്ലിക് റിലേഷൻസ് വകുപ്പിൻ്റെ ഡയറക്ടർ കൺവീനറുമായിട്ടുള്ള ഒരു സമിതിയാണ്. അതിനകത്ത് പുറത്തുനിന്നുള്ള പ്രതിനിധികളും ഒക്കെ സ്ത്രീ സംഘടനകളുടെയും ഒക്കെ പ്രതിനിധികളും അഭിഭാഷകരുടെ പ്രതിനിധികൾ അങ്ങനെയൊക്കെ ഉണ്ട്. വനിതാ കോളേജ് പ്രിൻസിപ്പൽമാരുടെ പ്രതിനിധി, ഇങ്ങനെ പലതും വേണമെന്ന് അതിൽ നിയമം അനുശാസിക്കുന്നുണ്ട്. അതനുസരിച്ചൊരു സമിതിയുണ്ട്. അതിന് താഴെ എല്ലാ ജില്ലയിലും സമാനമായ സമിതികൾ രൂപവൽക്കരിക്കണം. കേരളത്തിൽ ആ സമിതികൾ രൂപവൽക്കരിച്ചിരുന്നു. അതിൻ്റെ ചില കാലാവധി കഴിഞ്ഞുകൊണ്ട് ഇപ്പോൾ പുനഃസംഘടിപ്പിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അവിടെ കളക്ടറാണ് അതിൻ്റെ ചെയർമാനായിട്ട് വരുന്നത്, അതിൻ്റെ കൺവീനറായിട്ട് വരുന്നത് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറാണ്. പക്ഷേ നിയമം അനുസരിച്ച് പ്രാദേശിക കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്കുകൾ എന്തെങ്കിലും നിയമം ലംഘിച്ചാൽ മാത്രമേ ഇവർക്ക് നേരിട്ട് നടപടിയെടുക്കാം. അവരുടെ സംപ്രേഷണ ഉപകരണങ്ങൾ പിടിച്ചെടുക്കുന്ന അടക്കമുള്ള നടപടികൾ ഈ നിയമം ഉറപ്പു നൽകുന്നുണ്ട്. പക്ഷേ അത് ചെയ്യാനുള്ള അധികാരം സ്റ്റേറ്റിനകത്ത് സംപ്രേഷണം നടത്തുന്ന കേബിൾ ചാനലുകൾക്ക് മാത്രമേ ഉള്ളൂ. ചാനലുകളുടെ പേരിൽ നടപടിയെടുക്കാൻ മാത്രമേ ഉള്ളൂ. അതേസമയം ഈ പറഞ്ഞ സാറ്റലൈറ്റ് ചാനലുകൾക്ക്, മലയാളം ചാനലാണെങ്കിൽ പോലും സാറ്റലൈറ്റ് ചാനലിനെതിരെ നമ്മളൊരു കംപ്ലയിൻറ്റ് ഈ സമിതിക്ക് കിട്ടിയാൽ ആ സമിതി അത് സംസ്ഥാന സമിതിക്ക് നൽകുകയും സംസ്ഥാന സമിതി അത് ഞാൻ മുമ്പേ പറഞ്ഞ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിലെ ബന്ധപ്പെട്ട അധികാരികൾക്ക് അയച്ചു കൊടുക്കുകയും ശുപാർശയോടുകൂടി ഇങ്ങനെയാണ് സംഭവം, അതിൽ ഇന്ന കുഴപ്പങ്ങളുണ്ട് എന്ന് ശുപാർശയോടുകൂടി അയച്ചു കൊടുക്കുകയും ചെയ്യണം എന്ന് മാത്രമേ ആ നിയമം പറയുന്നുള്ളൂ. നിയമത്തിലില്ലാത്ത അധികാരം സംസ്ഥാന സർക്കാരോ മറ്റധികാരികളോ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ സ്വാഭാവികമായിട്ടും ചാനൽ നടത്തുന്നവരും വളരെ സ്വാധീന ശക്തിയുള്ളവരാണ്. അവർ കേസിന് പോകുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകാം. അത് ആ നിയമത്തിൻ്റെ പരിമിതി അങ്ങനെയാണ്. അതേസമയം മുമ്പേ പറഞ്ഞ സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കൽ നിയമമുണ്ട്. അതനുസരിച്ച് നമുക്ക് മറ്റ് വേദികളിൽ ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കുകയും അതുവഴി ഒരുപക്ഷെ വിധി സമ്പാദിക്കാനും ഒക്കെ കഴിഞ്ഞേക്കും. നിഷ വിളിച്ചതിന് നന്ദി. നമുക്ക് ഈ ചർച്ച തുടരാം. ഇപ്പം നിഷ പറഞ്ഞു വരുന്നത് പോലെ, കാരണം ഇത് വളരെ കുറച്ച് പേര് മാത്രമേ റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ. എന്തുകൊണ്ടെന്നാൽ ഞാൻ മനസ്സിലാക്കുന്നവരെ 90% ആൾക്കാരും വളരെ പാസീവായിട്ടാണ് TV കാണുന്നത്. ആക്റ്റീവായിട്ട് അങ്ങനെ കാണുന്ന ആൾക്കാർ കുറവാണ്. 90% ആൾക്കാർക്ക് മീഡിയ ലിറ്ററേറ്റ് അല്ല. ഒരുപാട് മീഡിയ ലിറ്ററസി ഉണ്ടാവുമെങ്കിൽ കുറച്ചുകൂടെ ആ റെസ്പോൺസ്, ജനങ്ങളുടെ ഒരു പ്രതികരണം കുറച്ചുകൂടെ നന്നാവില്ലേ? വേറൊന്നുകൂടി ഉണ്ട്. ഇപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊരു അവബോധമുള്ള, ഇത് സ്ത്രീയെ എങ്ങനെ അവതരിപ്പിക്കണം, സ്ത്രീയെ മോശമായി അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പോൾ അല്ലെങ്കിൽ ഒരു സീരിയലിൽ കാണിക്കുന്ന ഒരു കഥാപാത്രം, അല്ലെങ്കിൽ അതിലൊരു സംഭാഷണം, അല്ലെങ്കിൽ അതിലൊരു ദൃശ്യം, അത് എങ്ങനെ സ്ത്രീവിരുദ്ധമാകുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ആൾക്കാർക്ക് പരാതിപ്പെടാൻ പറ്റും. അങ്ങനെ മനസ്സിലാക്കുന്ന ആളുകൾ പലരും വളരെ ഉയർന്ന ബോധനിലവാരമുള്ളവരാണ്. അവർ പലപ്പോഴും ഈ സീരിയലുകൾ കാണുന്നത് തന്നെ ഉണ്ടാവില്ല. അവർ ഇത്തരം കാര്യങ്ങളിൽ അതുകൊണ്ട് തന്നെ അവരുടെ ഒരുപാട് കർമ്മമേഖലകൾ വേറെ വിപുലമായിരിക്കും. അപ്പോൾ പലപ്പോഴും ഇതിലേക്കുള്ള ഇടപെടൽ കുറഞ്ഞു പോകുന്നു. ഇത് കാണുന്ന ആളുകളാകട്ടെ ഇവ കാര്യങ്ങളെക്കുറിച്ച് വേണ്ടത്ര ധാരണയില്ലാത്തവരാണ് ഭൂരിപക്ഷം, എല്ലാവരും എന്നല്ല ഭൂരിപക്ഷം. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും അതൊരു സ്വാഭാവികതയായിട്ട് കാണുകയും അതിൽ കംപ്ലയിൻറ്റ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല എന്നുള്ള ഒരു ധാരണയിലേക്ക് പോവുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഇപ്പം ഞാൻ പറഞ്ഞു, നമ്മുടെ ജില്ലാതല മോണിറ്ററിംഗ് സമിതികൾ രൂപീകരിച്ച കാര്യം കുറച്ച് 2-3 വർഷത്തിലേറെയായിട്ട്, എനിക്ക് തോന്നുന്നു 3-4 വർഷത്തിലേറെയായിട്ട് കേരളത്തിൽ ഈ സമിതികളുണ്ട്. അപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മളൊരു അന്വേഷണം നടത്തിയപ്പോഴും ആ സെല്ലുകളിൽ എവിടെയും ഒരു പരാതിയും കാര്യമായി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കിട്ടിയിട്ടില്ല. ഞാൻ അത്ഭുതപ്പെട്ടു ഈ വാസ്തവത്തിൽ. നമ്മളൊക്കെ എവിടെ എന്തിനെക്കുറിച്ച് സംസാരിച്ചാലും ഒരുപാട് പേര് ഒരുപാട് പരാതികൾ ഉന്നയിക്കാറുണ്ട്. പക്ഷേ ഇതൊന്നും ഒരു റിട്ടേൺ കംപ്ലയിൻ്റ് ആയിട്ട്, എഴുതിയ ഒരു പരാതിയായിട്ട് ഈ ജില്ലാതല സമിതികൾ അവരുടെ കയ്യെത്തുന്ന ദൂരത്തിലാണ് ഈ ജില്ലാ സമിതി, എന്നിട്ട് പോലും അവിടേക്ക് എത്തുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു വസ്തുതയാണ്. അപ്പം നമ്മളിപ്പോൾ വനിതാ കമ്മീഷൻ ഇതിനകത്തൊരു ആലോചന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ നിരീക്ഷിക്കാനും കംപ്ലയിൻറ്റ് ചെയ്യാനുമുള്ള ഒരു ശൃംഖല, ആളുകളുടെ പൊതുപ്രവർത്തകരുടെ ഒരു ശൃംഖല കേരളത്തിലുടനീളം രൂപപ്പെടുത്താൻ കഴിയുമോ എന്നുള്ള ഒരു ആലോചനയിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പം കുറേ ജില്ലകളിൽ 2-3 ജില്ലകളിൽ കഴിഞ്ഞു ജില്ലാതല സെമിനാറുകൾ സംഘടിപ്പിക്കുകയാണ്. മാധ്യമപ്രവർത്തകരെയും പൊതുപ്രവർത്തകരെയും ഒക്കെ വിളിച്ചു കൂട്ടിയിട്ട് അവിടെ നമ്മൾ വിശദീകരിക്കുന്നത് ഈ 3-4 നിയമങ്ങൾ, കേബിൾ TVയെ നിയന്ത്രിക്കാനുള്ളത്, നവമാധ്യമങ്ങളെ നിയന്ത്രിക്കാനുള്ളത്, അച്ചടി മാധ്യമങ്ങളെ നിയന്ത്രിക്കാനൊക്കെ നിലവിൽ ഉള്ള സംവിധാനങ്ങളെ നിയമങ്ങളെ അവരെ പരിചയപ്പെടുത്തുക.
എന്തൊക്കെയാണ് സ്ത്രീവിരുദ്ധമായ കാര്യങ്ങൾ എന്നുള്ളതിൻ്റെ ഒരു ഇല്ലസ്ട്രേഷൻ, അതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം കൊടുക്കുക. അതുവഴി ഇത്തരം കാര്യങ്ങൾ പ്രതികരിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുടെ ഒരു ശൃംഖല രൂപപ്പെടുത്തുക. അവർക്ക് വനിതാ കമ്മീഷനിലേക്ക് പരാതി തന്നാലും കമ്മീഷൻ അതിൻ്റെ ഫോളോ അപ്പ് ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പം കമ്മീഷൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കമ്മീഷൻ ഒരു മീഡിയ മോണിറ്ററിംഗ് സെൽ ഉണ്ടെങ്കിലും അത് വിവിധ മാധ്യമങ്ങളിലെ പ്രതിനിധികൾ ചേർന്ന ഒരു സമിതിയാണ്. അത് നമുക്ക് എപ്പോഴും വിളിച്ചു കൂട്ടാൻ കഴിയില്ല, ഇവരെല്ലാം ജോലി തിരക്കുള്ളവരാണ്. അപ്പോൾ ഫലത്തിൽ അത് നിരീക്ഷണം എന്ന് പറയുന്ന ഒരു പ്രക്രിയ നടത്താനുള്ള ഒരു ശേഷിയില്ലാത്ത ഒരു സംവിധാനമാണ്. അപ്പോൾ അത് കൂടുതൽ കാര്യക്ഷമമായി ജനപങ്കാളിത്തത്തോടെ ആ നിരീക്ഷണം എങ്ങനെ നടത്താം എന്നുള്ളത് ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ആശയങ്ങൾ അതിൽ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ കേട്ടു വനിതാ കമ്മീഷൻ ഒരു സ്ത്രീപക്ഷ മാധ്യമ നയത്തിന് വേണ്ടിയുള്ള ശ്രമത്തിലാണെന്ന്. എന്താണ് ഈ സ്ത്രീപക്ഷ മാധ്യമ നയം? അതെ, അത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് വർഷങ്ങളായിട്ട് ആലോചിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു 90കളുടെ അവസാനം തന്നെ വനിതാ കമ്മീഷൻ വനിതാ മാധ്യമ പ്രവർത്തകരുമായി ബന്ധപ്പെട്ടൊക്കെ ഇതിന് ചില ആലോചനകൾ നടത്തിയിരുന്നു. പീച്ചിയിൽ വെച്ച്, അതുപോലെ തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിൽ വെച്ച്, കോഴിക്കോട്ട് വെച്ച് ഒക്കെ 2-3 വർക്ക്ഷോപ്പുകൾ കേരളത്തിലെ മുഴുവൻ എന്ന് തന്നെ പറയാം, എല്ലാവരും ലീവ് എടുത്ത് വന്ന് പങ്കെടുത്ത വലിയ വനിതാ പത്രപ്രവർത്തകരുടെ വർക്ക്ഷോപ്പുകളൊക്കെ സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ അതിൽ നിന്നെല്ലാം ഉരുത്തിരിഞ്ഞു വന്ന ഒരു ആശയമാണ് ഈ ഒരു വനിതാ മാധ്യമ നയം, ഒരു സ്ത്രീപക്ഷ മാധ്യമ നയം എന്നുള്ളത്. അപ്പം അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു മാധ്യമ നയം നമ്മൾ സർക്കാരോ വനിതാ കമ്മീഷനോ ഉണ്ടാക്കിയിട്ട് മാധ്യമങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അത് നടക്കില്ല. കാരണം മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള ഒരു കടന്നുകയറ്റമായിട്ട് സ്വാഭാവികമായിട്ടും വ്യാഖ്യാനിക്കപ്പെടുകയും പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു നയം ഉണ്ടാക്കി അടിച്ചേൽപ്പിക്കലല്ല ഞങ്ങളുടെ മനസ്സിലുള്ളത്. ഞങ്ങൾ ആലോചിക്കുന്നത് ഒരു സ്ത്രീപക്ഷ മാധ്യമ നയം മുന്നോട്ട് വയ്ക്കുകയും, മാധ്യമ നയമല്ല, നയത്തിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയായിരിക്കണം പരിഗണിക്കേണ്ടത് എന്നുള്ള കുറേ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും, എന്നിട്ട് ഓരോ മാധ്യമവും സ്വന്തമായിട്ടൊരു സ്ത്രീപക്ഷ നയം പ്രഖ്യാപിക്കണം. ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട്, നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് ഓരോ മാധ്യമവും, ഒരു പത്രവും, ഓരോ ചാനലും എല്ലാം അവരവരുടേതായ ഒരു സ്ത്രീപക്ഷ മാധ്യമ നയം രൂപീകരിച്ച് അവർ സ്വയം പ്രഖ്യാപിക്കണം. അപ്പോൾ അത് അവരുടെ നയമാണ്. അപ്പോൾ അതിനകത്ത് വേറെ ആരുടെയും ബാഹ്യ ഇടപെടലോ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ അവരെ അതിന് പ്രേരിപ്പിക്കുക, അതിന് വേണ്ട സഹായങ്ങളും മാർഗ്ഗനിർദ്ദേശങ്ങളും നൽകാനാവുന്നിടത്തോളം ചെയ്യുക. അങ്ങനെയൊരു ആലോചനയാണുള്ളത്. ഇപ്പോൾ അതിൻ്റെ ഒരു കരട് ഞങ്ങളിപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിപ്പോൾ ഈ ജില്ലാ സെമിനാറുകളിൽ അതും നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന കൂടുതൽ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ചേർത്ത് അത് സമഗ്രമായ ഒരു രേഖയായി അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ സർക്കാരിനെ സമർപ്പിക്കണമെന്നും സർക്കാരിനെ കൊണ്ട് മാധ്യമ മേധാവികളുടെ യോഗം വിളിച്ചു കൂട്ടി ഇത് ചർച്ച ചെയ്യിക്കണമെന്നുമൊക്കെയാണ് ഞങ്ങളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇന്ന് ഏറ്റവും കൂടുതൽ ബാക്കി 2 മീഡിയയും, നമുക്ക് പ്രിൻറ്റ് മീഡിയയും ഇലക്ട്രോണിക് മീഡിയയും ഒരു പരിധി വരെ നിയന്ത്രിക്കാനുള്ള നിയമങ്ങളുണ്ട്. പക്ഷേ നമുക്കൊരിക്കലും ന്യൂ മീഡിയയെ നിയന്ത്രിക്കാനുള്ള നിയമങ്ങളൊന്നുമില്ല. ഇപ്പം അത് ഏറ്റവും കൂടുതൽ ഡിഗ്രി വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും മോശമായിട്ട് ചിത്രീകരിക്കുന്നത് ന്യൂ മീഡിയ. ന്യൂ മീഡിയക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റും? ന്യൂ മീഡിയയിലെ പ്രശ്നങ്ങൾ മുഴുവൻ ഇപ്പോഴും നമ്മുടെ ഒരു മാധ്യമം എന്നുള്ള നിലയിൽ അല്ല അതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അതൊരു ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഒരു ആശയവിനിമയ ഉപാധി എന്നുള്ള നിലയിൽ കണ്ടുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള നിയമങ്ങളാണ് സത്യത്തിൽ അതിലുള്ളത്. അപ്പം അത് അനുസരിച്ച് ഉള്ള കുറ്റകൃത്യങ്ങളെക്കുറിച്ചാണ് കൂടുതൽ, ഈ ഇൻ്റർനെറ്റ് ഉപയോഗപ്പെടുത്തി നടത്തുന്ന കുറ്റകൃത്യങ്ങളാണ് കൂടുതലും അതിൻ്റെ പരിധിയിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു IT ആക്ട് നിലവിലുണ്ട്. ആ ആക്ട് അനുസരിച്ച് അതിൻ്റെ ചട്ടങ്ങൾ രൂപവൽക്കരിച്ചിട്ടുണ്ട്. ആ ചട്ടങ്ങൾ പ്രകാരം ഈ കാര്യങ്ങളെല്ലാം അതിൻ്റെ പരിധിയിൽ കൊണ്ടുവരാൻ കഴിയും. അത് ജനകീയമായ ഇടപെടലോട് കൂടിയിട്ട് നമുക്കത് പ്രതിരോധിക്കാനും കഴിയും. അപ്പം ആ നിയമം കുറച്ചുകൂടെ നവീകരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ വരുന്നു, കൂടുതലായിട്ട് വാട്സാപ്പ് പോലെയൊക്കെയുള്ള മാധ്യമങ്ങൾ വരുന്നു. അപ്പോൾ ഇതിലൂടെയൊക്കെ പ്രചരിക്കുന്ന കാര്യങ്ങൾ ഇത്തരത്തിൽ ഡിഫമേറ്ററിയോ അല്ലെങ്കിൽ ഒബ്സീനായിറ്റിയോ ഉള്ളതോ ഒക്കെ ആണെങ്കിൽ അത് കണ്ടെത്തി, സ്ത്രീവിരുദ്ധമോ അശ്ലീലമോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കണ്ടെത്തി അതിനെ എങ്ങനെ എങ്ങനെ ഫിൽറ്റർ ചെയ്ത് ഒഴിവാക്കാം, അത്തരത്തിലൊക്കെ ഇനിയും കൂടുതൽ ആലോചനകൾ വേണ്ടിയിരിക്കുന്നു. ആ നിയമം കൂടുതൽ സമ്പുഷ്ടമാക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. ഇതുകൂടാതെ നമുക്കിപ്പോൾ ഇതിനാകെയുള്ളൊരു സംവിധാനം ഹൈടെക് സെല്ലാണ്. നമ്മുടെ പോലീസിൻ്റെ ഹൈടെക് സെല്ലിലാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ പൊതുവെ പരാതി കൊടുക്കേണ്ടത്. അവിടെ പലപ്പോഴും പരാതി വരുന്നത് അധികവും ഈ കുറ്റകൃത്യങ്ങൾ, സൈബർ ക്രൈം എന്ന് പറയുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള പരാതികളാണ്. ഒരു സ്ത്രീയെ ഇടപാടമെടുത്തിട്ട് മോശമായിട്ട് അവതരിപ്പിച്ചു, അപ്പോൾ അതുകൊണ്ട് അവർക്കുണ്ടായ മാനനഷ്ടം, അല്ലെങ്കിൽ അത് വെച്ച് ബ്ലാക്ക് മെയിലിംഗ് നടത്തുന്നു, അല്ലെങ്കിൽ അത് പ്രചരിപ്പിച്ചിട്ട് മറ്റ് തരത്തിൽ അവരെ അപകീർത്തിപ്പെടുത്തുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടിപ്പുകൾ, സാമ്പത്തിക തട്ടിപ്പുകളൊക്കെ, നിങ്ങൾക്ക് ലോട്ടറി അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജ് അയച്ചിട്ട് അതുവഴി നടത്തുന്ന സാമ്പത്തിക തട്ടിപ്പുകൾ, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾക്കെതിരെയുള്ള പരാതികളാണ് അവിടെ കൂടുതലും വരുന്നത്. എന്നാൽ സ്ത്രീവിരുദ്ധമായ പരാതികളും ഏറെ വരുന്നുണ്ടെങ്കിലും ഈ അടുത്ത കാലത്ത് അത് സംബന്ധിച്ച ഒരു വിദഗ്ധൻ വനിതാ കമ്മീഷനും തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ കോളേജും ചേർന്ന് നടത്തിയൊരു ഈ വിഷയത്തെക്കുറിച്ച് നടത്തിയ ഒരു സെമിനാറിൽ ദേശീയ തലത്തിൽ തന്നെ
പ്രാമാണ്യമുള്ള ഒരു വിദഗ്ധൻ പറഞ്ഞത്, ഇത്തരം കേസുകളിൽ മഹാഭൂരിപക്ഷത്തിലും തെളിയിക്കപ്പെടുകയോ ശിക്ഷിക്കപ്പെടുകയോ ചെയ്യുന്നില്ല ഇപ്പോഴും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ആ സാങ്കേതിക വൈദഗ്ധ്യത്തിൻ്റെയും ആ സാങ്കേതിക വൈദഗ്ധ്യമുള്ള ആളുകളുടെയും ഒക്കെ കുറവ് ഈ സംവിധാനങ്ങൾക്കകത്തുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പരിഹരിക്കേണ്ടതുണ്ട്. ഇത് പിന്നെ പുതുതായിട്ട് കടന്നു വന്ന ഒരു മാധ്യമമാണ്, പുതിയ വെല്ലുവിളിയാണ്. അതിനെ എത്രയും പെട്ടെന്ന് പരിഹരിക്കാനുള്ള ശേഷിയും ക്ഷേമുഷിയും സംവിധാനങ്ങളും ഒക്കെ രൂപപ്പെടുത്തിയെടുക്കാൻ സർക്കാരും മറ്റ് സാമൂഹ്യ പ്രവർത്തകരും എല്ലാം തയ്യാറാകണം എന്നുള്ളതാണ് അതിനുള്ള ഒരു പരിഹാരമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇന്ന് കമ്പ്യൂട്ടർ കുട്ടികളുടെ വരെ ഒരു പഠന മാധ്യമമാണ്. എല്ലാ മിക്ക വീടുകളിലും കമ്പ്യൂട്ടർ ഉണ്ടാവും. അത് സ്വതന്ത്രമായിട്ട് പിള്ളേരെ ഉപയോഗിക്കാൻ അനുവദിക്കാൻ വിടാറുണ്ട്. ശരിക്കും ഇങ്ങനെ പറയുന്നത് ഏറ്റവും കൂടുതൽ വഴിതെറ്റിക്കാൻ എളുപ്പം കുട്ടികളാണെന്ന് പറയാറുണ്ട്. ഇത് എന്ത് ചെയ്യാൻ പറ്റും? ഒരു മാതാപിതാക്കൾക്ക് ഇങ്ങനെ പിള്ളേർ വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിപ്പോൾ പൊതുവിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ കൊടുക്കുന്ന 2-3 ഉപദേശങ്ങൾ, ഒന്ന് കമ്പ്യൂട്ടർ കഴിവതും ഒരു പൊതുസ്ഥലത്ത്, വീട്ടിനകത്തൊരു പൊതുസ്ഥലത്ത് വെക്കണം എന്നുള്ളതാണ്. ഫ്രണ്ടിൽ എല്ലാവരും എപ്പോഴും സഹകരിക്കുന്ന, എല്ലാവരും പെരുമാറുന്ന ഒരു മുറിയിൽ വെച്ചാൽ അവർ ആളുകളുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് മറ്റ് വേണ്ടാദിനങ്ങളിലേക്ക് നോക്കാതെ ശ്രദ്ധിക്കാതെ ഇരുന്നേക്കാം ഒന്ന്. എന്നാൽ തന്നെയും എപ്പോഴും വീട്ടിൽ, ഇപ്പോഴത്തെ ന്യൂക്ലിയർ ഫാമിലിയൊക്കെയാണ്, എപ്പോഴും വീട്ടിൽ ആളുണ്ടാകണമെന്നില്ല. അതുകൊണ്ട് ഇത്തരം ചില കാര്യങ്ങളിൽ ചില സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് ചില ലോക്കുകൾ ഒക്കെ ചെയ്ത് വയ്ക്കാൻ പറ്റും. ടെലിവിഷനുകൾക്ക് ഉണ്ട്. ടെലിവിഷനിൽ ചൈൽഡ് ലോക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഇപ്പം കുട്ടികൾ കാണണ്ട എന്ന് രക്ഷിതാക്കൾ കരുതുന്ന ചാനലുകൾ അത് വെച്ച് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അതിനൊരു പാസ്വേഡൊക്കെ വെച്ചിട്ട് ബ്ലോക്ക് ചെയ്ത്, അല്ല പാസ്വേഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റൂ. അപ്പം രക്ഷിതാക്കൾ ആ പാസ്വേഡ് കുട്ടികൾക്ക് കൊടുക്കാത്തിടത്തോളം കുട്ടികൾക്ക് അത് ആക്സസ് ചെയ്യാൻ, അത് തുറന്ന് കാണാൻ കഴിയാത്ത സ്ഥിതി വരും. കമ്പ്യൂട്ടറിലും അതുപോലെ പല സോഫ്റ്റ്വെയറുകളും ഇന്ന് ലഭ്യമാണ്. അത്തരം സോഫ്റ്റ്വെയറുകൾ ഏതെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് ഇത് കുട്ടികൾ കാണുന്നതിൽ നിന്ന് ഒഴിവാക്കാം. പിന്നെ ഗൂഗിൾ പോലുള്ള ചില മാധ്യമങ്ങൾ അവരുടെ സ്വന്തമായ ചില നിയന്ത്രണ സംവിധാനങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തുന്നതായിട്ട് ഈ അടുത്ത കാലത്ത് വായിച്ചിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ എനിക്ക് നോക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇപ്പോൾ യൂട്യൂബ് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ചാനൽ തുടങ്ങുന്നു എന്ന് പറയുന്നു. അത് ആ കുട്ടികൾക്ക് വേണ്ടിയുള്ള ചാനൽ അവർക്ക് മാത്രം ആക്സസിബിളായിട്ട് നിൽക്കുമ്പോൾ മറ്റുള്ള വസ്തുക്കൾ അതിലേക്ക് വരുന്നത് ഒരു പക്ഷേ നമുക്ക് തടയാൻ കഴിഞ്ഞേക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുകൂടാതെ രക്ഷിതാക്കൾ തന്നെ അതിനകത്ത്, കുട്ടികളുടെ കാര്യത്തിൽ രക്ഷിതാക്കൾ തന്നെ ശ്രദ്ധിക്കുക. കുട്ടികൾ മാത്രമല്ല, മുതിർന്ന ആൾക്കാരും ഇത്തരം സൈറ്റുകൾ കാണുകയും ഒക്കെ ഡൗൺലോഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലഭ്യത നിലനിൽക്കുന്നിടത്തോളം ആൾക്കാരെ നമുക്കതിൽ നിന്ന് തടയാൻ കഴിയില്ല. പിന്നെ നമ്മൾ വല്ല മനുഷ്യാവകാശപരമായി ഒക്കെ ചിന്തിക്കുന്ന ഒരു ലെവലിൽ വേണമെങ്കിൽ ഇത് കാണാൻ ഒരാൾക്ക് അവകാശമില്ലേ എന്ന് ചോദിച്ചാൽ നമുക്കൊരു പക്ഷേ അത് ഇനി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അത്തരം സീനുകൾ കാണാൻ ഒരാൾക്ക് അനുവാദമുണ്ടോ, അവകാശമുണ്ടോ, ഒരാളുടെ അവകാശത്തിൻ്റെ പ്രശ്നമായിട്ട് ഉന്നയിക്കുക. പക്ഷേ അത് ഒരു സാമൂഹ്യ പ്രശ്നമായിട്ട് നമ്മൾ കാണുമ്പോൾ അത് സാമൂഹ്യമായിട്ട് നമ്മൾ നിലനിൽക്കുന്ന പല മൂല്യബോധങ്ങളെയും സാമൂഹികമായ സുസ്ഥിരതയെയും ഈ പറഞ്ഞ സ്ത്രീ പുരുഷ ബന്ധങ്ങളെയും ഒക്കെ ദോഷമായി ബാധിക്കുന്നുണ്ടാവും. കാരണം ഇത്തരം ചിത്രങ്ങളുടെയും ദൃശ്യങ്ങളുടെയും സ്വാധീനമാണ് പലപ്പോഴും ലൈംഗികാതിക്രമങ്ങളിലേക്ക് പുരുഷന്മാരെ പ്രേരിപ്പിക്കുകയോ നിർബന്ധിക്കുകയോ ഒക്കെ അവരെ അത്തരത്തിലൊരു വാസനയിലേക്ക്, മാനസികാവസ്ഥയിലേക്കൊക്കെ നയിക്കുന്നത് എപ്പോഴും ലഭ്യമാണ്. എപ്പോഴും ഈ അശ്ലീലത ഏത് വിരൽത്തുമ്പിൽ, ഏത് മൊബൈൽ ഫോണിൽ, എപ്പോഴും ഏത് സ്ഥലത്തിരുന്നാലും, മൊബൈൽ ടവറിൻ്റെ റേഞ്ചുള്ള ഏത് സ്ഥലത്ത് വന്നാലും ഈ സംഗതികൾ ലഭ്യമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അപകടകരമായ സ്ഥിതി. അത് സാമൂഹികമായ സുസ്ഥിതിക്ക് ബാധിക്കുന്നുണ്ട്. സ്ത്രീയെ അപകീർത്തിപ്പെടുത്തുന്നതാണ്. സ്ത്രീ സമൂഹം പൊതുവിൽ ഇതിൻ്റെ പേരിൽ അരക്ഷിതമാകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഗൗരവമായി കാണേണ്ട ഒരു കാര്യവും ഇടപെടേണ്ട കാര്യവുമാണ്. അതിന് എന്തൊക്കെ ഇനിയും പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തന്നെ നമ്മളതിനെ പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കിത് ഇതുമായിട്ട് വളരെ കുറച്ച് ബന്ധമുള്ളൊരു സബ്ജക്റ്റിലേക്ക് പോകാം. ഇന്ന് യുവജനങ്ങൾ കാണുന്ന വലിയൊരു പ്രശ്നമാണ് സൈബർ അഡിക്ഷൻ എന്ന് പറയുന്നത്. മിക്കവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടാവും. അവർ മിക്കവരും സോഷ്യൽ മീഡിയകളിൽ വളരെ ആക്റ്റീവ് ആയിരിക്കും. അവരുടെ 24 മണിക്കൂറെന്ന് കുറച്ച് ലിറ്ററലായിട്ട് പറയുകയാണ്, അവരുടെ കയ്യിൽ മൊബൈൽ ഫോണുള്ള സമയം മുഴുവനും അവരുടെ നമ്മുടെ ഫേസ്ബുക്കിലും ട്വിറ്ററിലെല്ലാം കയറി അവരുടെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുക, സെൽഫി എടുത്ത് ഇങ്ങനെ ഇടുക. ഇത് സത്യം പറഞ്ഞ ഒരു അഡിക്ഷനാണ്. പലർക്കും അറിയാം ഒരു അഡിക്ഷനായെന്ന്. ഇതിനെ ഒരു കാരണം കൗൺസിൽ ചെയ്യാനോ വല്ലതും ഉള്ള സൗകര്യം വനിതാ കമ്മീഷന് വല്ല പ്ലാൻ ഉണ്ടോ? കൗൺസിലിങ്ങിനുള്ള സൗകര്യം കൊടുക്കാം. ഇതിപ്പം സംഭവിക്കുന്ന ഞാൻ പെട്ടെന്ന് ഓർത്തൊരു എൻ്റെ ഒരു നിരീക്ഷണം പറഞ്ഞാൽ, മുമ്പൊക്കെ നമ്മുടെ മലയാളികൾ സാധാരണ ഒരു 7 മണിക്കൊക്കെ, വളരെ മുമ്പ് ഒരു 7 മണിക്കൊക്കെ ഉറങ്ങുമായിരുന്നിരിക്കണം. കാരണം അങ്ങനെ എല്ലാ ജീവികളും അങ്ങനെയാണല്ലോ. വെളിച്ചം തീർന്നാൽ രാത്രിയിൽ കണ്ണു കാണാത്ത ജീവികളൊക്കെ വെളിച്ചം കഴിയുമ്പം ഉറങ്ങുക, വെളിച്ചം വരുമ്പോൾ ഉണരുക എന്നുള്ളതാണ് ആ ഒരു രീതി. അപ്പോൾ അങ്ങനെ വളരെ നേരത്തെ ഉറങ്ങിയിരുന്ന മനുഷ്യരാണ്.
അവർ മണ്ണെണ്ണയും അതുപോലുള്ള മെഴുകുതിരി പോലുള്ള സാധനങ്ങളൊക്കെ വന്നതോടുകൂടി കുറച്ച് കാലം കൂടെയൊക്കെ അതാണ് നമുക്കൊക്കെ തൊട്ട് മുമ്പ് വല്ല കാലം എന്ന് പറയുന്നത്. ആ കുറേ കാലം കൂടെയൊക്കെ കുറച്ച് നേരം കൂടെയൊക്കെ രാത്രി 7 മണി വരെയോ 7:30 വരെയോ ഒക്കെ ഇരുന്നിട്ടുണ്ടാകാം. അതിൻ്റെയും അടുത്ത തലമുറ വൈദ്യുതിയൊക്കെ കിട്ടിയപ്പോഴേക്കും ഒരു 10 മണിക്കൊക്കെ കിടക്കുക എന്നുള്ള രീതിയിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം പലതും വന്ന് 10 മണിയായി. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലേക്ക് ആളുകൾ മുഴുകി തുടങ്ങിയതോടെ രാത്രി 12 മണിക്കും 1 മണിക്കും ഒക്കെ ആളുകൾ ഉറങ്ങാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. അത് ഒരുതരം അഡിക്ഷൻ്റെ ലക്ഷണം തന്നെയാണ് വാസ്തവത്തിൽ. അപ്പോൾ അതിന് ശരിക്കും വനിതാ കമ്മീഷൻ മാത്രം വിചാരിച്ചാൽ കഴിയില്ല. വനിതാ കമ്മീഷനാകെ തിരുവനന്തപുരത്തൊരു ഓഫീസേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൗൺസിലേഴ്സിൻ്റെ ലഭ്യത, നമുക്ക് അവിടെ സ്റ്റാഫ് കൗൺസിലേഴ്സ് ഉണ്ട്. അവരിത്തരം സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള കേസുകൾ നമുക്ക് അവിടെ വരാറുമുണ്ട്, അത്തരം സേവനങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ അതിന് ശരിക്കും സംസ്ഥാന വ്യാപകമായി സർക്കാർ തന്നെ അതിനുള്ള ഒരു സംവിധാനം ആലോചിക്കുന്നതാണ് ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ്? പേര് പറയൂ. സുജയാണ്. എവിടെ നിന്ന് വിളിക്കുന്നു? സുജയാണ്. സാറുണ്ട്, സംസാരിച്ചോളൂ. സുജയാണ്. സുജ പറഞ്ഞോളൂ, എന്താണ് ടെലിവിഷന്റെ ശബ്ദം? സുജ, ടെലിവിഷന്റെ ശബ്ദം കുറച്ച് വെച്ചില്ലെങ്കിൽ ഇത് രണ്ടുകൂടെ ഓവർലാപ്പ് ചെയ്യും, ഒന്നും കേൾക്കാൻ പറ്റാതെ. എനിക്ക് ഒരു വിഷയം അറിയാനാണ് സാറ് PRO വനിതാ കമ്മീഷന്റെ എന്നുള്ള അറിഞ്ഞുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത്. അതെ, പറയൂ. ടെലിവിഷന്റെ ശബ്ദം കുറയ്ക്കൂ ആദ്യം. സുജ, ടെലിവിഷന്റെ ശബ്ദം കുറയ്ക്കൂ. ഇല്ലെങ്കിൽ ഫോണിൽ കൂടെ, ഞാൻ പറയുന്നത് ഫോണിൽ കൂടെ സുജയ്ക്ക് കേൾക്കാം, അത് മതി. അതുകൊണ്ട് ആ ശബ്ദം കുറയ്ക്കും, ഇല്ലെങ്കിൽ ഇത് പ്രവർത്തിക്കില്ല. ഓക്കെ. ഞാനൊരു കംപ്ലൈന്റ് കഴിഞ്ഞ ജനുവരി ഫാമിലി പ്രോബ്ലത്തിന്റെ ഒരു കംപ്ലൈന്റ് ഞാൻ ജനുവരി കൊടുത്തിരുന്നു, January 14. ഇതുവരെ എനിക്ക് അതിന്റെ റിപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ല. ആ വിഷയം ഒന്ന് അറിയിക്കാനാണ്. എന്താണ്, വനിതാ കമ്മീഷനിലാണോ പരാതി കൊടുത്തത്? അതെ, വനിതാ കമ്മീഷനിലാണ് പരാതി കൊടുത്തിരുന്നത്. പോസ്റ്റിൽ അയച്ചു കൊടുക്കുകയാണോ ചെയ്തത്, അതോ കൊണ്ടുവന്ന് കൊടുത്തോ? പോസ്റ്റിൽ അയച്ചു കൊടുക്കുകയായിരുന്നു. എന്നിട്ട് അവിടുന്ന് അത് പരാതി രജിസ്റ്റർ ചെയ്ത ഒരു കാർഡ് കിട്ടിയോ? ഇല്ല, ഒന്നും കിട്ടിയില്ല. ഞാൻ എന്റെ അക്നോളജ്മെന്റ് മാത്രം എനിക്ക് കിട്ടി. ഞാൻ ലെറ്റർ അയച്ചിട്ടുണ്ട്, രജിസ്റ്റേഡ് പോസ്റ്റിൽ അയച്ചിരുന്ന എന്റെ അക്നോളജ്മെന്റ് മാത്രം കിട്ടിയോ. അതിന്റെ ആക്ഷൻ എന്താണെന്നോ എന്ത് സ്റ്റേജിലാണെന്നോ ഒന്നും എനിക്ക് വിവരം അറിയത്തില്ല. അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. അത് അന്വേഷിക്കാം, അത് ഇന്ന് തന്നെ നമുക്ക് അന്വേഷിക്കാം. പിന്നെ വനിതാ കമ്മീഷൻ ഓഫീസിലേക്ക് വിളിച്ചിട്ട് എന്നെ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി, ഞാനത് അന്വേഷിച്ച് പറയാം. നമുക്ക് കേസിന്റെ നമ്പറും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ മറുപടി പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ സാറിനെ കോൺടാക്ട് ചെയ്യൂ, വനിതാ കമ്മീഷനിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്തോളൂ. അപ്പം സാർ അതിന് മറുപടി തരാം. അവിടെ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, അതിന് നമുക്ക് അത് പരിഹരിക്കാം. അത് അവിടെ പരാതി അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അതിന്റെ തുടർ നടപടി എടുക്കാം. സാധാരണ അത്ര ഡിലേ വരാറില്ല. വനിതാ കമ്മീഷനിൽ വരുന്ന പരാതി അടിയന്തര പ്രാധാന്യമുള്ളതാണെങ്കിൽ നമ്മൾ കഴിവതും അന്ന് തന്നെ പരിഗണിക്കും. അതിനുള്ള ആൾക്കാർ, സ്റ്റാഫ് അവിടെ ഉണ്ട്. ഏറിയാൽ നമ്മൾ ഒരു അദാലത്ത് നടത്താനുള്ള അത്രയും പരാതി ആ ജില്ലയിൽ തികയാൻ വേണ്ടി കുറച്ച് ദിവസത്തേക്ക് വെയിറ്റ് ചെയ്യും. ഒരാഴ്ച 2 ആഴ്ച, 1 മാസം, അതിനപ്പുറത്തേക്ക് കാലതാമസം വരാറില്ല. ഇത് ജനുവരിയിലേതായതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്നുള്ളത് നോക്കിയിട്ടേ പറയാൻ പറ്റും. അപ്പം ഇത് ഞാൻ ഏറ്റവും അവസാനത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒരു മികച്ചൊരു ദൃശ്യ സംസ്കാരം രൂപീകരിക്കാൻ സമൂഹത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും? എപ്പോഴും എല്ലാവരും പറയുന്ന ഒരു പ്രശ്നം, ഈ ഉപഭോക്താവ് എന്താഗ്രഹിക്കുന്നോ അത് നമുക്ക് കിട്ടുന്നു എന്നാണ്. മാധ്യമങ്ങളും പറയുന്നതാണ്. അത് കാണാൻ ആളുകളുള്ളതുകൊണ്ടാണ്, വായിക്കാൻ ആളുകൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത് എന്നാണ് പൊതുവെ മാധ്യമങ്ങൾ പറയുന്ന ഒരു ഉത്തരം. ഞാനതിനോട് പൂർണ്ണമായി യോജിക്കുന്നില്ല. നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു സമൂഹത്തിന് അവർ നല്ല ആഹാരമൊക്കെ കഴിച്ച് ജീവിച്ച ഒരു സമൂഹമാണെന്ന് വയ്ക്കുക. അവർക്ക് നമ്മൾ കൊണ്ടുപോയിട്ട് കറുപ്പ് കൊടുക്കുന്നു, മയക്കുമരുന്ന് കുറേശ്ശെ കൊടുക്കുന്നു. കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അവരിതിന് വല്ലാതെ അടിമയാവും. ഈ അടിമയായി കഴിഞ്ഞ ആളുകളോട് നിങ്ങൾക്ക് ഭക്ഷണം വേണോ കറുപ്പ് വേണോ, എന്തിനാണ് പ്രയോറിറ്റി, മുൻഗണന എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അവർ കറുപ്പായിരിക്കും തിരഞ്ഞെടുക്കുക. അത് ഈ അഡിക്ഷൻ്റെ ഒരു ലക്ഷണമാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ സമൂഹത്തിന് മുന്നിലേക്ക്, സമൂഹത്തിന് അതുവരെ ആവശ്യമില്ലാതിരുന്ന, അതായത് അത്തരം മെറ്റീരിയലുകൾ, അത്തരം സംഗതികൾ ലഭ്യമല്ലാതിരുന്നിട്ട് നന്നായി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹത്തിലേക്ക് ഇതുപോലെയുള്ള ഉൽപ്പന്നങ്ങൾ ധാരാളമായി ഒഴുകിയെത്തുകയും അതങ്ങനെ എത്തിച്ചേർന്ന് അതിൻ്റെ ഒരു ചാലിലേക്ക് ആളുകൾ വീഴുകയും ചെയ്തു കഴിഞ്ഞാൽ എന്നിട്ട് പറയുകയാണ് ഇത് ആളുകൾ കാണുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളതാണ്. ആ ഒരു വാദത്തോട് തന്നെ എനിക്ക് യോജിപ്പില്ല. ശരിക്കും നല്ല ദൃശ്യ സംസ്കാരം രൂപപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സിനിമകളുടെ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർ എല്ലാം ആ ഒരു പുതിയ അവയർനെസ്സിലേക്ക് വരണം. അപ്പോൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യം, സ്ത്രീകളെ അവതരിപ്പിക്കുന്നതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞങ്ങൾ 2011 ഒരു കണക്ക് പരിശോധിച്ചപ്പോൾ കേരളത്തിലുള്ള മാധ്യമപ്രവർത്തകരുടെ കൂട്ടത്തിൽ ഏതാണ്ട് 5% ഉള്ളൂ സ്ത്രീകൾ.
അത് തുടക്കഘട്ടമായതുകൊണ്ടായിരിക്കും അവരിൽ പലരും അതിലെ സുപ്രധാന തസ്തികകളിൽ പോലും അല്ല, തീരുമാനങ്ങൾ എടുക്കുന്ന തസ്തികകളിൽ പോലും അല്ല. അവരൊക്കെ ഫീൽഡ് ജേർണലിസ്റ്റ്, റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ സബ് എഡിറ്റിംഗ് അതുപോലുള്ള ലെവലില്ല. ഇപ്പോൾ ഒരു പക്ഷേ 2-3-4 വർഷം കൂടെ കഴിഞ്ഞപ്പോഴേക്കും ഒരു 7%, ഇപ്പോൾ ടെലിവിഷനുകളിലൊക്കെ ഒരുപാട് അവതാരകരെയൊക്കെ സ്ത്രീകളെ എടുക്കുന്നത് കൊണ്ട് ആ എണ്ണം കുറച്ച് ന്യൂസ് പ്രസൻറ്റേഴ്സായിട്ടും ഒക്കെ എടുക്കുന്നുണ്ട്. റിപ്പോർട്ടർമാരും പെൺകുട്ടികളും ഇപ്പോൾ കടന്നു വരുന്നുണ്ട്. ഒരു പക്ഷേ 7% അങ്ങനെ 8 വല്ലതും ആയി കാണാം, അത് കൃത്യമായിട്ടില്ല. ഏതായാലും മാധ്യമങ്ങളുടെ ഈ തീരുമാനങ്ങൾ എടുക്കുന്ന സ്ഥാനങ്ങളിൽ, താക്കോൽ സ്ഥാനങ്ങളിൽ സ്ത്രീകൾ തീരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അവർ എപ്പോഴും ഈ പുരുഷ കേന്ദ്രിതമായ ദൃശ്യങ്ങളും അവതരണങ്ങളും ഒക്കെ ആയിരിക്കും വരിക. അത് മാറിയിട്ട് സ്ത്രീകൾ അത്തരം സ്ഥാനങ്ങളിലേക്ക് കൂടുതൽ വരിക, മൊത്തം സ്ത്രീകളുടെ പങ്കാളിത്തം മാധ്യമങ്ങളിൽ കൂടുകയും ചെയ്താൽ മാധ്യമങ്ങളിലെ സ്ത്രീകളെ അവതരിപ്പിക്കുന്നതിൽ നമുക്ക് നില മെച്ചപ്പെടുത്താൻ പറ്റും. ഈ ഒരു പരിപാടിയിൽ വന്ന മാധ്യമങ്ങളെക്കുറിച്ച് കേരളത്തിലെ മാധ്യമങ്ങളിൽ നടക്കുന്ന ആ ഒരു മോശപ്പെട്ട ചിത്രീകരണം അതെങ്ങനെയാണെന്നും അതിനെതിരെ എന്തൊക്കെ നിയമങ്ങളുണ്ടെന്നും ഒക്കെ അതിനെങ്ങനെ നിയന്ത്രിക്കാമെന്നൊക്കെ പ്രേക്ഷകർക്ക് സാർ നല്ല രീതിയിലുള്ള അവബോധം തന്നെ കൊടുത്തു. ഈ ഒരു പരിപാടിയിൽ വന്ന് ഞങ്ങളോട് സഹകരിച്ച സാറിന് നന്ദി, നമസ്കാരം. കണ്ട എല്ലാ ആൾക്കാർക്കും നന്ദി, നമസ്കാരം. ഈ ഒരു പരിപാടി നിങ്ങൾക്ക് വളരെയധികം പ്രയോജനകരമാണ്. ഒരു കാര്യം കൂടി പറഞ്ഞോളൂ സാർ. എല്ലാവർക്കും വനിതാ കമ്മീഷൻ്റെ പേരിലും എൻ്റെ പേരിലും ദൂരദർശൻ്റെ പേരിലും ലോക വനിതാ ദിനം ആശംസിക്കുന്നു. മറ്റന്നാളാണ് ദിനം എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ലോക വനിതാ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങൾക്ക് മാധ്യമങ്ങളെക്കുറിച്ച് ഒരുപാട് പുതിയ അറിവുകൾ കിട്ടി. മാധ്യമങ്ങൾ സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്നതിന് എങ്ങനെ പ്രതികരിക്കാം എന്നൊക്കെ നിങ്ങൾക്ക് അറിവ് കിട്ടി. ഈ അറിവനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് എവിടെ അനീതിയും നീതി നിഷേധവും കാണുമ്പോഴും പ്രതികരിക്കാൻ ശ്രമിക്കുക. ഈ ഒരു പരിപാടി കണ്ട എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. നമസ്കാരം.